കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi all, welcome to IGNO Focus 5.0 Previous Year Question Paper Ultimate Analysis. അപ്പൊ നമ്മുടെ പേപ്പർ ആയിട്ടുള്ള MVP 001 എന്ന പേപ്പറിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം വെച്ചിട്ട് നമ്മൾ ഒരു അനാലിസിസ് നടത്താൻ പോവാണ്. അവിടെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു സെഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ദ സെഷൻ ഇഗ്നോ ഫോക്കസ് 5.0 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ആക്ച്വലി നമ്മുടെ പേപ്പർ MVP 001 ഫുഡ് ഫണ്ടമെന്റൽസ് ആൻഡ് കെമിസ്ട്രി എന്ന ആ ഒരു കംപ്ലീറ്റ് പേപ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് എങ്ങനെ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് കണ്ട് ഏതൊക്കെ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഏതൊക്കെ ടോപ്പിക്സ് ഏതാണ് ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്, അതായത് ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, നമ്മൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോകേണ്ട കുറച്ച് ടോപ്പിക്സ് എങ്ങനെയാണ്, അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രാറ്റജിക്കലി നമ്മൾ പ്ലാൻ ചെയ്ത് പഠിച്ചിട്ട് നമ്മൾ കോൺഫിഡൻസ് ലെവൽ ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ടാവണം നമ്മുടെ ഈ വരുന്ന ഡിസംബറിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ എക്സാമിനെ നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് എങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്സിന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, ആ കാര്യങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സിലബസ് മാപ്പിംഗ് ചെയ്യാനുണ്ട്. എല്ലാവർക്കും അറിയുന്നുണ്ടാകും ഇഗ്നോയുടെ സിലബസിനെല്ലാം ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഏതൊക്കെ ബ്ലോക്കാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഓരോ ബ്ലോക്കിലെയും ഏതൊക്കെ യൂണിറ്റുകളാണ് ഇമ്പോർട്ടന്റ്, ഓരോ യൂണിറ്റിലെയും ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, ആ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യണം. ദെൻ എങ്ങനെയാണ് നമ്മുടെ ഒരു എക്സാമിന്റെ പാറ്റേൺ, എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, ക്വസ്റ്റ്യൻസിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്, അതായത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണോ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണോ, essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ, അങ്ങനെ ആ കാര്യം അനലൈസ് ചെയ്യാനുണ്ട്. അതിന്റെ കൂടെ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനെ നമ്മൾ അതേപോലെ തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനെങ്ങനെ സയന്റിഫിക് ആയിട്ട് അപ്രോച്ച് ചെയ്യണം, അതിൽ ഏതൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം, ഏതൊക്കെ പോയിന്റ്സിന് നമ്മൾ പ്രോപ്പർ ഡെഫിനേഷൻ കൊടുക്കണം. ഇപ്പൊ എന്താ പറയുക, ഒരു ഡിഫറൻസിയേഷൻ ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം, ഒരു essay ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ എഴുതണം, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടും ചോദിച്ചിട്ടുള്ളത്, റെക്കറിംഗ് ആയിട്ട് പ്രോട്ടീൻസ്, പാക്കേജിങ്, സെൻസറി ഇവാലുവേഷൻ, ഈ ടോപ്പിക്സ് എല്ലാം ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. അങ്ങനെ ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ എക്സാമിന് പോകുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ റീഡ് ചെയ്ത് പോകേണ്ട കുറച്ച് ടോപ്പിക്സ് ഏതൊക്കെയാണ്. പിന്നെ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് അതിനകത്ത് ആ ഒരു മാറുന്ന സ്ട്രാറ്റജീസ് എല്ലാം അനലൈസ് ചെയ്യുക, ചേഞ്ചിങ് പാറ്റേൺ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു മോക്ക് പ്രൊഡക്റ്റീവ് പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ മോക്ക് പ്രൊഡക്റ്റീവ് പേപ്പറിന്റെ കംപ്ലീറ്റ് ആൻസേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. ആക്ച്വലി നമ്മൾ ഈ ഒരു സെഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ടും എങ്ങനെയാണ് ഈ ഇഗ്നോർഡ് ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് നമ്മൾ അനലൈസ് ചെയ്തു, ഇഗ്നോർഡ് ആ ഒരു ചേഞ്ചിങ് ആ പാറ്റേണിൽ വരുന്ന ചേഞ്ചസ് എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്തു. അതിന്റെ എല്ലാം ഒരു അടിസ്ഥാനത്തിൽ അതിനെല്ലാം ബേസ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും ഇനി വരുന്ന എക്സാംസ് എങ്ങനെയായിരിക്കും, അതാണ് ആക്ച്വലി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഒരു പർപ്പസ് എന്താന്ന് വെച്ചാൽ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എങ്ങനെയാണ് എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഓരോ ക്വസ്റ്റ്യൻസിന് നമ്മൾ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം, ഓരോ ടോപ്പിക്സ് നമ്മൾ ഏത് രീതിയിൽ കവർ ചെയ്യണം, നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ എക്സാമിനെ എങ്ങനെ അപ്പിയർ ചെയ്യണം, ആ കാര്യങ്ങളാണ് ആക്ച്വലി അതാണ് നമ്മൾ ഈ ഒരു സെഷനോട് നമ്മൾ ഉദ്ദേശിക്കുന്നതും
അത് തന്നെയാണ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. ഓക്കെ, ഓരോ ബ്ലോക്കിലെയും ഏത് യൂണിറ്റിലെ ഏത് ടോപ്പിക്സ് എത്ര തവണ ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ആ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ് വരുന്നത്. യൂണിറ്റ് 2 ബ്ലാക്ക്, ഗ്രീൻ, വൈറ്റ് ടീ ആൻഡ് പ്രോസസ്സിംഗ് എന്ന ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് 3 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ ഇറ്റ് ഹാവ് എ ലോ റെലവൻസ്. ഇനി സെയിം ബ്ലോക്കിലെ യൂണിറ്റ് 3 ക്വാളിറ്റി ആൻഡ് പ്രിസർവേഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് 4 തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിനും ലോ റെലവൻസ് ആണ്. എന്നാൽ ബ്ലോക്ക് 1 യൂണിറ്റ് 3 മിൽക്ക് പ്രോസസിംഗ് ആൻഡ് പാസ്ചറൈസേഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് 3 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇറ്റ് ഹാസ് ആൾസോ ലോ റെലവൻസ്. ബ്ലോക്ക് 2 യൂണിറ്റ് 10 നിന്ന് ഫുഡ് അഡിറ്റീവ്സ്, ക്ലാസസ് ആൻഡ് യൂസസ്, ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് 6 തവണ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവൻസ് ഉണ്ട് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 5 മോയ്സ്ചർ സോപ്ഷൻ ഐസോത്തം, ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് 4 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതിനും ലോ റെലവൻസ് ആണ് വരുന്നത്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 5 ആയിട്ടുള്ള വാട്ടർ ആക്ടിവിറ്റി, ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് 2 തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. ഇറ്റ് ഹാസ് ലോ റെലവൻസ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 12 റാൻസിഡിറ്റി ആൻഡ് ഫാറ്റ് കോൺസ്റ്റൻസ്, 5 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് മീഡിയം റെലവൻസ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 13 AAS അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് 2 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതിനും ലോ റെലവൻസ് ആണ്. എന്നാൽ ബ്ലോക്ക് 3 യൂണിറ്റ് 13 ഗ്യാസ് ക്രോമറ്റോഗ്രഫി, GC എന്ന് നമ്മൾ പറയും, അതിനകത്തുനിന്ന് 2 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതിനും ലോ റെലവൻസ് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 14 സെൻസറി ഇവാലുവേഷൻ ആൻഡ് ബൂത്ത് എന്ന യൂണിറ്റ് 40 നിന്ന് 5 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതിനും മീഡിയം റെലവൻസ് ആണ് വരുന്നത്. ബ്ലോക്ക് 4 യൂണിറ്റ് 16 ആക്റ്റീവ് ആൻഡ് ഇന്റലിജന്റ് പാക്കേജിംഗ് എന്ന പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് 6 തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഹാസ് ആൾസോ മീഡിയം റെലവൻസ്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 16 ആസ്പെക്ടിക് പാക്കേജിംഗ് ആൻഡ് UHT എന്ന പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് 4 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ലോ റെലവൻസേ ഉള്ളൂ. എന്നാൽ ബ്ലോക്ക് 4 യൂണിറ്റ് 17 കോമ്പോസിഷൻ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന ടോപ്പിക്കിൽ നിന്ന് 2 തവണയെ വന്നിട്ടുള്ളൂ. അതിനും ലോ റെലവൻസ് ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ ആക്ച്വലി ഓരോ ടോപ്പിക്കിന്റെ റെലവൻസ് ആണ് നോക്കിയത്. ആ സെയിം കാര്യത്തിന് ഒരു ബാർ ഡയഗ്രമായി കൊടുത്തിട്ടാണുള്ളത്. സോ ബ്ലോക്ക് 1 നിന്നാണ് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതായത് ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സയൻസ് എന്നൊരു ബ്ലോക്കിൽ നിന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 3 ഫുഡ് അനാലിസിസ് എന്ന ബ്ലോക്കിൽ നിന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 2 ഫുഡ് കെമിസ്ട്രി. ഫൈനലി ബ്ലോക്ക് 4 ഫുഡ് പ്രോസസിംഗ് ആൻഡ് പ്രിസർവേഷൻ. ഈ സെയിം ഡാറ്റയുടെ ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ബ്ലോക്കുകളാണ് ഇമ്പോർട്ടൻസ്, ഏതൊക്കെ യൂണിറ്റുകളിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻസ് എന്ന കാര്യത്തിന്റെ ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ എല്ലാം ബേസിസിൽ 3 ഹൈ ഈൽഡ് ടോപ്പിക്സുകൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള 3 ടോപ്പിക്സ് ആണ്. ഒന്ന് പ്രോട്ടീൻ യൂണിറ്റ് 12 ഫുഡ് അനാലിസിസ്, ആ ഒരു പർട്ടിക്കുലർ യൂണിറ്റിൽ വരുന്ന ടോപ്പിക് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ്, അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അനാലിസിസിലുള്ള അപ്ലിക്കേഷൻ, ആ കാര്യങ്ങളെല്ലാം ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യണം. ദെൻ സെയിം പ്രോട്ടീൻസ് തന്നെ യൂണിറ്റ് 1 ഫുഡ് ബേസിക്സ് എന്ന യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസ്, ഫങ്ഷൻസ്, ഡിഫറൻസിയേഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമ്മൾ കവർ ചെയ്യണം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് പ്രോസസിംഗ് ആണ്. യൂണിറ്റ് 3 ഫുഡ് ഓഫ് ആനിമൽ ഒറിജിൻ, ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ അതിനെ നമ്മൾ അപ്പിയർ ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി മെത്തേഡ്സ്, പ്രിസർവേഷൻസ്, ക്വാളിറ്റി സ്റ്റെപ്സ്, അതുപോലെ ക്വാളിറ്റി സ്റ്റെപ്പ് എന്ന് പറയുമ്പം എങ്ങനെയാണ് അക്രോസ് ദി ഇയേഴ്സ്, ഓരോ ഇയറിലും ആ ഒരു ക്വാളിറ്റി സ്റ്റെപ്സിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, ആ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ കവർ ചെയ്യണം. പിന്നെ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സയൻസ്, ആ ഒരു ബ്ലോക്കിനകത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതിനകത്ത് നമ്മൾ ഫണ്ടമെന്റൽസ് പ്ലസ് ഫുഡ് ഗ്രൂപ്പ്സ്, അതായത് ആ ഒരു പെർട്ടിക്കുലർ ഫുഡ് ഗ്രൂപ്പിനെ കുറിച്ച്, അതിന്റെ പ്രോസസ്സിംഗ് ടീംസിനെ കുറിച്ച്, അതിന്റെ പ്രിസർവേഷനെ കുറിച്ച്, അതിന്റെ പാക്കേജിങ്ങിനെ കുറിച്ച് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ആ ഒരു മീൻസ് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യണം. ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യണം. ദെൻ ബ്ലോക്ക് 3 വരുമ്പോൾ ഫുഡ് അനാലിസിസ്, അതായത് ഇൻസ്ട്രുമെന്റേഷൻ മെത്തേഡ്സ്, GC ഗ്യാസ് ക്രോമറ്റോഗ്രഫി, HPLC, AAS, FTIR, DSC ഇതുപോലത്തെ ടെക്നിക്സിന്റെ
ഡിസൈനിന്റെ ടെക്നിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിനകത്ത് നമ്മൾ ഇതിന്റെ പ്രിൻസിപ്പിൾ എഴുതണം, ഇൻസ്ട്രുമെന്റേഷൻ എഴുതണം. ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടെക്നിക്കിന് ഒരു സ്റ്റെപ്പ് വൈസ് മെത്തേഡ് ഉണ്ടാകും, മെത്തഡോളജി ഉണ്ടാകും. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതിന്റെ പ്രിൻസിപ്പിൾ കംപ്ലീറ്റ് ചെയ്യണം, കവർ ചെയ്യണം. കൂടെ തന്നെ അതിന്റെ ഒരു അൾട്ടിമേറ്റ് കൺക്ലൂഷൻ എന്ന രീതിയിൽ ഓവറോൾ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ദിസ് ഈസ് ഈ ടെക്നിക്. ഗ്യാസ് ക്രോമറ്റോഗ്രഫി ആണെങ്കിൽ ഗ്യാസ് ക്രോമറ്റോഗ്രഫി എന്താണ്, ചെറിയൊരു 1-2 ലൈനിൽ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്തൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ സെറ്റ് ചെയ്യുക. അതിന്റെ പ്രിൻസിപ്പിൾസ് എല്ലാം സെപ്പറേറ്റ് ഹെഡിങ്ങിന്റെ അണ്ടറിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. പ്രിൻസിപ്പിൾസ് എഴുതുക, കംപ്ലീറ്റ് മെത്തഡോളജി എങ്ങനെയാണെന്ന് എഴുതുക, ഒരു ഫൈനൽ ചെറിയൊരു കൺക്ലൂഷനും കൂടെ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 2 ഫുഡ് കെമിസ്ട്രി ആണ് വരുന്നത്. അതിനകത്ത് തന്നെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്സിൽ നിന്ന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ്, ഏകദേശം 25 ടൈംസോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ആ ഒരു ടോപ്പിക്സിനെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്, എങ്ങനെയാണ് അതിന്റെ ഒരു ഫ്രീക്വൻസി, മാർക്ക് റേഞ്ച്, അപ്പൊ എത്രത്തോളം നമ്മൾ ആ ഒരു ക്വസ്റ്റിനകത്ത് ആൻസർ കവർ ചെയ്യണം, ആ കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഒരു ലോങ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 to 6 പെർ ഐറ്റം ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മളൊരു 180 to 220 വേർഡ്സ് വരെ കവർ ചെയ്യണം. അതായത് ഒരു ലോങ് ആൻസർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷനും പിന്നെ ടോപ്പിക് എന്താ പറയാ സബ് ടൈറ്റിൽസും അങ്ങനെ എല്ലാം കൊടുത്ത് ഫൈനൽ ഒരു കൺക്ലൂഷനും കൂടെ കൊടുത്തിട്ട് നമ്മൾ അത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അതർ എന്ന് പറയാം, അതായത് ഈ ലോങ് ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറിയിൽ വരാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ്, അത് ഏകദേശം ഒരു 60 പാർട്സ് വരാൻ ചാൻസ് ഉണ്ട്. മാർക്ക് റേഞ്ച് വരുന്നത് ഇതുപോലെ തന്നെ 3 to 6 പെർ ഐറ്റം ആയിരിക്കും. അതെന്ത് ചെയ്യും, അതിന്റെ ലെങ്ത് എന്ന് അതായത് ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അനുസരിച്ച് അതിന്റെ ആൻസർ വാരി ചെയ്യും. ഇപ്പൊ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഡെഫിനിഷൻ കൊടുത്താൽ മതി. അതുപോലെ പ്രിസൈസ് ആയിട്ടുള്ള ഡെഫിനിഷനും പ്രിൻസിപ്പിൾസോ മെത്തഡോളജിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഡിഫറൻഷിയേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ 9 പാർട്സ് ആണ് വരുന്നത്. ഇതുപോലെ തന്നെ 3 to 6 പെർ ഐറ്റം ആയിരിക്കും. 80 to 120 വേർഡ്സിൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ 2 പാർട്സ് ആണ്, 7 to 7 പെർ ഐറ്റം, 180 to 220 വേർഡ്സിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അബ്രിവേഷൻസ് ആണെങ്കിലും ഇതുപോലെ 3 പാർട്സ് ആയിരിക്കും, 3 to 5 മാർക്സ് ആയിരിക്കും പെർ ഐറ്റം, 1 to 5 വേർഡ്സിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. 1 വേർഡ് ആൻസേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വേർഡ് മാത്രമേ നമുക്ക് അതിന് എഴുതാനുണ്ടാവുള്ളൂ. അപ്പൊ പ്രിസൈസ് ആയിട്ട് ആ വേർഡ്, ആ ഒരു കറക്റ്റ് ക്വസ്റ്റ്യന്റെ വേർഡ് മാത്രം, ആ ഒരു ഇപ്പൊ ഏതെങ്കിലും ടെക്നോളജി ഏതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും റിയാക്ഷൻ എന്താ, റിയാക്ഷന്റെ നെയിം മാത്രമേ എഴുതാനുണ്ടാവുള്ളൂ. അത് മാത്രം എഴുതിയിട്ട് ആ ക്വസ്റ്റ്യൻ കവർ ചെയ്യുക. ഡെഫിനേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പ്രിസൈസ് ആയിട്ട് 1-2 ലൈനിലൊക്കെ ആ ഡെഫിനേഷനും പ്രിൻസിപ്പിൾസും കാര്യങ്ങളും എല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഷോർട്ട് നോട്ട്സ് ആണെങ്കിലും ഇതുപോലെ തന്നെ വളരെ പ്രിസൈസ് ആയിട്ട് നോക്കുക, കവർ ചെയ്യാൻ 80 to 120 വേർഡ്സിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഫില്ലിംഗ് ദ ബ്ലാങ്ക് ആണെന്നുണ്ടെങ്കിൽ 1 to 5 വേർഡ്സേ വരുന്നുള്ളൂ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ആകുമ്പോൾ ഒരു 1 മാർക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ അത് എന്ത് ചെയ്യാം, ആ ഒരു എന്ത് ചെയ്യാം, ഒരുപാട് ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ്, ഇനി എങ്ങനെയാണ് ഒരു ലോങ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ആൻസേഴ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, അതായത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കവർ ചെയ്യണം. ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, അതിനകത്ത് ഇപ്പൊ ഒരു ലോങ് ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, 20 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ എന്താണെങ്കിലും ഒരു ഇൻട്രൊഡക്ഷനും ഒരു കൺക്ലൂഷനും മസ്റ്റ് ആണ്. ഒരു ഇൻട്രൊഡക്ഷൻ വേണം, പിന്നെ ആ ഒരു പെർട്ടിക്കുലർ എന്തെങ്കിലും ടെക്നോളജിയോ മെത്തഡോളജിയോ ഒക്കെ ആണെങ്കിൽ അതിന് പ്രിൻസിപ്പിൾസ് ഉണ്ടാകും, ആ പ്രിൻസിപ്പിൾസ് കവർ ചെയ്യണം. ഡയഗ്രാംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ എഴുതണം. പിന്നെ അതിന് പെർട്ടിക്കുലർലി മെക്കാനിസംസ് ഉള്ള പ്രോസസ് ആണെങ്കിൽ ആ മെക്കാനിസംസ് കവർ ചെയ്യണം. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻസ് കവർ ചെയ്യണം. ഓവറോൾ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് വളരെ ഡെപ്ത് ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയുന്നതുണ്ടോ ആ കാര്യങ്ങളെല്ലാം ആ ക്വസ്റ്റിനകത്ത് കവർ ചെയ്യണം. മീൻസ് ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ലോങ് ഡിസ്ക്രിപ്റ്റീവ് ആൻസറിലൂടെ വാല്യൂ ചെയ്യുന്നുണ്ടാവുക ഡീപ്പ് ഓഫ് നോളേജ് ആയിരിക്കും. എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ഡീപ്പായിട്ട് നമുക്കറിയാം, ആ കാര്യങ്ങളായിരിക്കും മെയിൻ ആയിട്ടും വാല്യൂ ചെയ്യുന്നുണ്ടാവുക. സോ ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ നീറ്റ് ആയിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് എന്താ പറയാ, ഒരുപാട് വലിച്ചു വാരി നീട്ടി എഴുതി അതിനകത്തുനിന്ന് വാല്യൂ ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റരുത്, ഓരോ കീ പോയിന്റ്സും എടുത്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവരുത്. സോ എന്ത് ചെയ്യാ, ഒരു പാരഗ്രാഫ് ആക്കി വളരെ നീറ്റിൽ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഇൻട്രൊഡക്ഷൻ,
കുറച്ച് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പ്രിൻസിപ്പിൾസ്, മെത്തഡോളജി, ആപ്ലിക്കേഷൻസ്, പ്രോസസ്സസ്, മെക്കാനിസം, അങ്ങനെ സെപ്പറേറ്റ് ഹെഡിങ്ങിന്റെ അണ്ടറിൽ തന്നെ കൊടുക്കുക. ഫൈനലി ഒരു ചെറിയ കൺക്ലൂഷനും കൂടെ കൊടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഷോർട്ട് നോട്ട്സ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ആ ഒരു കോർ ഐഡിയ മാത്രം തരുന്ന ഡെഫിനീഷൻ കൊടുക്കുക. എന്തെങ്കിലും എക്സ്പ്രഷൻസോ ലോസോ പ്രിൻസിപ്പിൾസോ പറയുന്നുണ്ടെങ്കിൽ അതും കൊടുക്കുക. ഒന്നോ രണ്ടോ എക്സാമ്പിൾസും ഒന്നോ രണ്ടോ ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ബെനിഫിറ്റ്സും കൂടെ വെച്ചിട്ട് ആ ഓവറോൾ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ മെയിൻ ആയിട്ടും FT, IR, TLC, എഡിബിൾ പാക്കേജിങ് ഇതുപോലത്തെ ടോപ്പിക്സിൽ നിന്ന് ഇങ്ങനത്തെ ഷോർട്ട് നോട്ട്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. മിക്കവാറും അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. ഇനി ഡിഫറൻസിയേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് ഫോർട്ടിഫിക്കേഷൻ വേഴ്സസ് എൻറിച്ച്മെന്റ്, ക്ലാസ് 1 വേഴ്സസ് ക്ലാസ് 2 പ്രിസർവേറ്റീവ്സ്, ഇതുപോലത്തെ രണ്ട് ടോപ്പിക്കിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയാണ്. അങ്ങനെയാണെങ്കിൽ ടാബുലാർ ആയിട്ട് തന്നെ ടേബിൾ വരച്ചിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ബട്ട് വളരെ പ്രിസൈസ് ആകരുത്. അതിനകത്ത് ഒരു ഏകദേശം ഒരു 5 to 7 അല്ലെങ്കിൽ ഒരു 7 to 8 എന്ത് ചെയ്യണം, ക്രൈറ്റീരിയാസ്, അതായത് കോർ ഐഡിയാസ് നമ്മൾ ആ ഒരു ടേബിളിനകത്ത് കവർ ചെയ്യണം. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുക. ഇനി ഡെഫിനീഷൻസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് സെൻസറി, വാട്ട് ഈസ് മെൻ ബൈ സെൻസറി ഇവാലുവേഷൻ, അല്ലെങ്കിൽ ലാക്ടോസ് ഇൻടോളറൻസ് എന്താണ്, ഇതുപോലത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ഇത് എന്താണ്, ഇത് ഡിഫൈൻ ചെയ്യുക, അങ്ങനെയൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇപ്പൊ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഒറ്റ ലൈനിൽ മാത്രം എന്ത് ചെയ്യുക, അതിനെ ഡിഫൈൻ ചെയ്യുക. അതിനകത്ത് യൂണിറ്റോ ആപ്ലിക്കേഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വളരെ പ്രിസൈസ് ആയിട്ട് കൊടുക്കുക. ഒരു 15 to 30 വേർഡ്സിൽ എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. ഇനി എങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? ബ്ലോക്ക് 3, അതായത് ഫുഡ് അനാലിസിസ് എന്ന ബ്ലോക്കിനകത്ത് നിന്ന് ഏകദേശം 22.18 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത് ലാസ്റ്റ് 5 സെഷനിൽ. അതായത് ടോട്ടൽ 22% ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇനി ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സയൻസ് എന്ന ബ്ലോക്കിൽ നിന്ന് 20.12, അതായത് 20% ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബ്ലോക്ക് 4 ഫുഡ് പ്രോസസിംഗ് ആൻഡ് പ്രിസർവേഷൻ എന്ന ബ്ലോക്കിനകത്ത് നിന്ന് 19.62 ആണ് വരുന്നത്. അതായത് ഒരു 19% ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ബ്ലോക്ക് 2 ഫുഡ് കെമിസ്ട്രി എന്ന ബ്ലോക്കിനകത്ത് നിന്ന് 13.43 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ 30% 14% ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഈ ഒരു ഡയഗ്രാം എന്താന്ന് വെച്ചാൽ ഇപ്പം ഇതിനകത്ത് ഈ ലൈൻ, ഈ ഒരു ഓറഞ്ച് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലോങ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ആൻസേഴ്സ് ആണ്. അതായത് ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു വേരിയേഷൻ വരുന്നത്, ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം 22 to 26 22 എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു വേരിയേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു, അതായത് 22 ജൂണിലും 22 ഡിസംബറിലും, ഡിസംബർ ആയപ്പോഴേക്കും കുറച്ച് കുറഞ്ഞു, പിന്നീട് വീണ്ടും കൂടി, പിന്നെ വീണ്ടും കുറയുന്നുണ്ട്, പിന്നെ ഒരു 25 ഒരു ഇൻക്രിമെന്റ് കാണുന്നുണ്ട്. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫാണത്. എങ്ങനെയാണ് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഓരോ ഇയറിലും എങ്ങനെയാണ് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫാണത്. ഓക്കെ, അപ്പം ആ ഗ്രാഫിന്റെ ബേസിസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് നോട്ട്സിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു? ഷോർട്ട് നോട്ട്സ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ആക്ച്വലി അതുപോലത്തെ ടൈപ്പ് ഓഫ് അതായത് മിനി എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് ഒരു ഇൻക്രിമെന്റ് കാണിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചധികം അതുപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടി വന്നിട്ടുണ്ട്. എന്നാൽ ഡിഫറൻഷിയേഷൻ ക്വസ്റ്റ്യൻസ് കുറച്ച് കുറഞ്ഞിട്ടാണ് ഉള്ളത്. ഓക്കെ, എന്നാൽ ഡെഫിനീഷൻ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേസമയം ഫ്ലോ ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇതാണ് ഓവറോൾ ഒരു പാറ്റേൺ. ഈ ഒരു പാറ്റേണിന്റെ ഡയഗ്രാം ആണ്, ഗ്രാഫാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി എങ്ങനെ സയന്റിഫിക് ആയിട്ട് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം? ഒരു ലോങ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 58% ഇപ്പം ഒരു ലോങ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വളരെ സ്ട്രക്ചേർഡ് ചെയ്ത് ആ ഒരു എന്തൊക്കെ പോയിന്റ്സ് നമ്മൾ അതിനകത്ത് കവർ ചെയ്യണം, ആ കാര്യത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഐഡിയ നമുക്ക് വേണം. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു 105 മിനിറ്റ്, അതായത് ഒരു 1 അവറിനെക്കാട്ടിലും കുറച്ചും കൂടെ എടുത്തിട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കംപ്ലീറ്റ്
കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് 2 ഹവറോളം എടുക്കേണ്ട ഒരു 1.5 hour ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഷോർട്ട് നോട്ട്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. ഡിഫറൻസിയേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു 15 മിനിറ്റ്സിന്റെ ഉള്ളിൽ കവർ ചെയ്യുക. ഡെഫിനീഷൻസ് ആണെങ്കിൽ ഇതുപോലെ ഒരു 50 to 20 മിനിറ്റ്സിനുള്ളിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇങ്ങനെ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻസിന് നമ്മൾ എത്ര ടൈം എടുക്കണം എന്നുള്ള കാര്യം. അതായത് ആ ഒരു ക്വസ്റ്റ്യൻ കണ്ട് ഒരു 5 to 10 മിനിറ്റ്സിന്റെ ഉള്ളിൽ, ഇപ്പൊ ഒരു ലോങ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞ ഒരു 5 to 10 മിനിറ്റ്സിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഓവറോൾ അതിനകത്ത് കവർ ചെയ്യേണ്ട കീ പോയിന്റ്സിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. എന്നിട്ട് ആ ഒരു കീ പോയിന്റ്സിനെ ഇലാബറേറ്റ് ചെയ്യാണ് നമ്മൾ ഈ ഒരു 1.5 hour കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സിന്റെ കേസിലും അങ്ങനെ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു 5 to 10 മിനിറ്റ്സ് കിട്ടും. അങ്ങനെ 5 to 10 മിനിറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യാൻ ഒന്നുകൂടെ ടൈം നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. എക്സ്പ്ലെയിൻ ആക്റ്റീവ് ആൻഡ് ഇന്റലിജന്റ് പാക്കേജിംഗ് ആൻഡ് ഗിവ് ആപ്ലിക്കേഷൻസ്. ആക്റ്റീവ് പാക്കേജിങ്ങും ഇന്റലിജന്റ് പാക്കേജിങ്ങും. ആക്റ്റീവ് പാക്കേജിംഗ് എന്ന് വെച്ചാൽ വിച്ച് ഇന്ററാക്ട് വിത്ത് ഫുഡ് ഓർ ഇറ്റ്സ് എൻവിറോൺമെന്റ്. അപ്പം എന്താവും, എക്സ്റ്റെൻഡഡ് ഷെൽഫ് ലൈഫ് ആയിരിക്കും, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അതാണല്ലോ ആക്റ്റീവ് പാക്കേജ് എന്ന് പറയുന്നത്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം മോയ്സ്ചർ അബ്സോർബേഴ്സ്, ആന്റി മൈക്രോബിയൽ ഏജൻസ്, എത്തിലിൻ അബ്സോർബേഴ്സ്, ഇതെല്ലാം അതിന്റെ എക്സാമ്പിൾസ് ആണ്. ആപ്ലിക്കേഷൻസ് ഏതൊക്കെയായിരുന്നു? ആപ്ലിക്കേഷൻസ് മീറ്റ് ആൻഡ് ഫിഷ് പ്രൊഡക്റ്റില്, ബേക്കറി പ്രൊഡക്ട്സില്, റെഡി ടു ഈറ്റ് പ്രൊഡക്ട്സിലെല്ലാം ഈ ആക്റ്റീവ് പാക്കേജിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഇന്റലിജന്റ് പാക്കേജിങ്ങിലോട്ട് വരുമ്പം അതെന്ത് ചെയ്യും, ഒന്നും കൂടെ ഫുഡിന് ആ ഒരു പാക്കേജിങ്ങിനെ മോണിറ്റർ ചെയ്യും. എന്നിട്ട് അതിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ തരും. ആ പാക്കേജഡ് ഫുഡിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിരിക്കും ഇന്റലിജന്റ് പാക്കേജിങ്ങിൽ. അതിനകത്ത് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ടൈം, ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റേഴ്സ്, TTI, ടെമ്പറേച്ചർ അബ്യൂസ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഫ്രഷ്നെസ് ഇൻഡിക്കേറ്റേഴ്സ്, ഗ്യാസ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ആ ഒരു പെർട്ടിക്കുലർ പാക്കേജിങ്ങിൽ വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് ഇപ്പം മെയിൻ ആയിട്ടും കോൾഡ് ചെയിൻ ഫുഡ്സില്, സീ ഫുഡില്, മീറ്റില്, ഡയറി പ്രൊഡക്ട്സിലൊക്കെയാണ് നമ്മൾ ഇന്റലിജന്റ് പാക്കേജിങ് യൂസ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ വാട്ടർ ആക്ടിവിറ്റി, മെത്തേഡ്സ് ഓഫ് മെഷർമെന്റ് ആൻഡ് റോൾ ഇൻ സ്പോയിലേജ്. എന്താ വാട്ടർ ആക്ടിവിറ്റി? ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ റേഷ്യോ ഓഫ് വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ഇൻ ഫുഡ് ടു ദാറ്റ് ഓഫ് ദി പ്യുവർ വാട്ടർ ഇൻ ദി സെയിം ടെമ്പറേച്ചർ. അതിന്റെ എക്സ്പ്രഷൻ AW is equal to P/P0. P എന്താണ്, P0 എന്താണെന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഇതുപോലെ എക്സ്പ്രഷൻ ഒക്കെ എഴുതുമ്പോൾ അതൊരു ബോക്സിലൊക്കെ ആക്കി ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഓഫ് മെഷർമെന്റ്സ് ഏതാണ്? ഹൈഗ്രോമെട്രിക് മെത്തേഡ്, ഡ്യൂ പോയിന്റ് മെത്തേഡ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മെത്തേഡ്, അങ്ങനത്തെ കുറച്ച് മെത്തേഡ്സ് ഉണ്ടല്ലോ, അതൊന്ന് മെൻഷൻ ചെയ്യാം. പിന്നെ സ്പോയിലേജിലുള്ള റോള്, അതായത് അതിനകത്ത് എന്തുണ്ടാക്കും, മൈക്രോബിയൽ ഗ്രോത്ത് കൺട്രോൾ ചെയ്യും, എൻസൈമാറ്റിക് ആക്ടിവിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഡിസ്ക്രൈബ് റാൻസിഡിറ്റി, ഫാറ്റ് കോൺസ്റ്റന്റ്, RM, പെറോക്സൈഡ്, അയോഡിൻ, പോളൻസ്കി ആൻഡ് ദയർ ഇമ്പോർട്ടൻസ്. എന്താണ് റാൻസിഡിറ്റി? റാൻസിഡിറ്റി എന്ന് വെച്ചാൽ ഡിറ്റീരിയേഷൻ ഓഫ് ദി ഫാറ്റ്സ് ആൻഡ് ഓയിൽ ലീഡിങ് ടു അൺപ്ലസന്റ് ഓർഡർ ആൻഡ് ഫ്ലേവർ. അതാണ് റാൻസിഡിറ്റി എന്ന് പറയുന്നത്. ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി ഉണ്ട്, ഹൈഡ്രോലിറ്റിക് റാൻസിഡിറ്റി ഉണ്ട്. ഇനി ഫാറ്റ് കോൺസ്റ്റന്റ് RM വാല്യൂ ഉണ്ട്. അത് RM വാല്യൂ എന്താ മെഷർ ചെയ്യുന്നത്? മെഷേഴ്സ് വോളറ്റൈൽ വാട്ടർ സോലുബിൾ ഫാറ്റി ആസിഡ്സ്. ഇനി പെറോക്സൈഡ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്സിഡേഷൻ, എക്സ്റ്റെന്റ് ഓഫ് ഓക്സിഡേഷൻ ആണ്. അയഡിൻ വാല്യൂ മെഷർ ചെയ്യുന്നത് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ആണ്. പോൾസ്കി വാല്യൂ മെഷർ ചെയ്യുന്നത് വോളറ്റൈൽ വാട്ടർ സോലുബിൾ ഫാറ്റി ആസിഡ്സിനെയാണ് മെഷർ ചെയ്യുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് ആക്ച്വലി ഫാറ്റിന്റെ ക്വാളിറ്റി അസസ്മെന്റിൽ ഇമ്പോർട്ടന്റ് വരുന്നുണ്ട്, അഡൾട്രേഷന്റെ ഡിറ്റക്ഷനിൽ ഇമ്പോർട്ടന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിന്റെ ഷെൽഫ് ലൈഫ് ഇവാലുവേറ്റ് ചെയ്യുന്നതിലും ഇതിന് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ സോർപ്ഷൻ ഐസോതേം ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ ഫുഡ്. സോർപ്ഷൻ ഐസോതേമിന്റെ ഡെഫിനേഷൻ കൊടുക്കുക. അതെന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? സോർപ്ഷൻ ഐസോതേം ഡിസ്ക്രൈബ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോയ്സ്ചർ കണ്ടന്റ് ആൻഡ് വാട്ടർ ആക്ടിവിറ്റി ഓഫ് എ ഫുഡ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലുള്ള മോയ്സ്ചർ കണ്ടന്റിന്റെയും
ഫുഡിലെ വാട്ടർ ആക്ടിവിറ്റിയുടെയും റിലേഷൻഷിപ്പ് ആണ് സോപ്ഷൻ എന്ന് പറയുന്നത്. മൂന്ന് ടൈപ്പ് ഉണ്ട്. ടൈപ്പ് 1 സ്ട്രോങ്ലി ബൗണ്ടഡ് വാട്ടർ, ടൈപ്പ് 2 സിഗ്മോയിഡൽ മോസ്റ്റ് ഫുഡ്സിന്, ടൈപ്പ് 3 വീക്ക് ബൈൻഡിങ്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നത് ഒന്ന് ഡ്രൈയിങ് ആൻഡ് സ്റ്റോറേജ് ഡിസൈനിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഷെൽഫ് ലൈഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ടെക്സ്ചർ സോലിബിലിറ്റി എല്ലാം കൺട്രോൾ ചെയ്യുന്നതിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് പാരാമീറ്റേഴ്സ് ഫോർ എഗ് ക്വാളിറ്റി ആൻഡ് മെത്തേഡ് ഓഫ് ഷെൽ എഗ് പ്രിസർവേഷൻ. എഗ് ക്വാളിറ്റിയിലുള്ള സ്റ്റേറ്റ് പാരാമീറ്റേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എക്വാളിറ്റി പാരാമീറ്റേഴ്സ് വരുന്നത് എക്സ്റ്റേണൽ ക്വാളിറ്റിയിൽ വരുന്നത് ഷെൽ ക്ലെൻലിനെസ്സും ഷേപ്പും സ്ട്രെങ്ത്തും അതുപോലത്തെ കാര്യങ്ങളായിരിക്കും. ഇന്റേണൽ ക്വാളിറ്റിയിൽ വരുമ്പം ആൽബുമിൻ ഹൈറ്റ്, യോക്ക് ഇൻഡെക്സ്, ആ കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാകും. ഇനി ഷെൽ എഗ് പ്രിസർവേഷൻ മെത്തേഡ്സിൽ റെഫ്രിജറേഷൻ ഉണ്ട്, ഓയിൽ കോട്ടിംഗ് ഉണ്ട്, ലൈം വാട്ടർ ട്രീറ്റ്മെന്റ്, ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ കോമ്പണൻസ് ആപ്ലിക്കേഷൻ ഓഫ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. AASന്റെ പ്രിൻസിപ്പിളും കോമ്പണൻസും ആപ്ലിക്കേഷനും എക്സ്പ്ലെയിൻ ചെയ്യണം. പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ബേസ്ഡ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി ബേസ് ചെയ്തിട്ടുള്ളത് അബ്സോർപ്ഷൻ ഓഫ് എ ക്യാരക്ടറിസ്റ്റിക് റേഡിയേഷൻ ബൈ ഫ്രീ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസ്. ഫ്രീ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസിന്റെ അബ്സോർപ്ഷൻ ക്യാരക്ടറിസ്റ്റിക് റേഡിയേഷൻ അബ്സോർപ്ഷനെ ബേസ് ചെയ്തിട്ടാണ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി വരുന്നത്. അതായത് ഇവിടെ അബ്സോർബ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഓഫ് ലൈറ്റ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ദി എലമെന്റ് പ്രസന്റ്. എത്രത്തോളം കോൺസെൻട്രേഷനിലാണ് ആ എലമെന്റ് ഉള്ളത്, അതിനെന്ത് ചെയ്യും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എമൗണ്ട് ഓഫ് ലൈറ്റ് അബ്സോർബഡ്. ഇവിടെ വരുന്ന മെയിൻ കോമ്പോണൻസ് ഒന്ന് റേഡിയേഷൻ സോഴ്സ് ആണ്, അറ്റോമൈസർ വരുന്നുണ്ട്, മോണോക്രോമാറ്റർ, ഡിറ്റക്ടർ. ഇതൊക്കെ എന്താണെന്ന് ഒന്നോ രണ്ടോ ലൈനിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന്റെ ആപ്ലിക്കേഷൻസും ട്രേസ് മെറ്റൽസിന്റെ എസ്റ്റിമേഷന്, ഫുഡ് കണ്ടാമിനേഷൻ അനാലിസിസ്, ആ കാര്യങ്ങളെല്ലാം പറയാം. നെക്സ്റ്റ് വരുന്നത് എക്സ്പ്ലെയിൻ GM ഫുഡ്സ് ടെക്നോളജി ബെനിഫിറ്റ് റിസ്ക് റെഗുലേഷൻസ്. GM ഫുഡ് എന്ന് വെച്ചാൽ മീൻസ് ജനറ്റിക്കലി മോഡിഫിക്കേഷൻ യൂസിങ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. അതാണല്ലോ ഇവിടുത്തെ ടെക്നോളജി എന്ന് പറയുന്നത്. പിന്നെ ഡിസയേർഡ് ജീൻ എന്ത് ചെയ്യും, നമ്മൾ പ്ലാന്റ് ജീനോമിലോട്ട് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ ഈൽഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ പെസ്റ്റിനും അതുപോലെ ഡിസീസ് റെസിസ്റ്റൻസ് എല്ലാം ആവുന്നുണ്ട്. അങ്ങനത്തെ അതിന്റെ കുറച്ച് ബെനിഫിറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. റിസ്ക് ഉണ്ട് അതുപോലെ തന്നെ, കാരണം അലർജിക് റിസ്കുകൾ കുറച്ചധികം ഉണ്ട്, എൻവിറോൺമെന്റൽ കൺസേൺസും അങ്ങനെ വരുന്ന കുറച്ച് റിസ്കുകളും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് വാട്ട് ആർ ഫുഡ് അഡിറ്റീവ്സ്, എക്സ്പ്ലെയിൻ ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻസ് ആൻഡ് ടൈപ്സ്. എന്താണ് ഫുഡ് അഡിറ്റീവ്സ്? ഫുഡ് അഡിറ്റീവ്സ് എന്താണ്? സബ്സ്റ്റൻസസ് ആഡഡ് ഇന്റൻഷ്യലി ടു ഫുഡ് ടു ഇംപ്രൂവ് ഷെൽഫ് ലൈഫ്, അപ്പിയറൻസ്, ഫ്ലേവർ ഓർ ടെക്സ്ചർ. അതായത് ഒരു ഫുഡിന്റെ ഷെൽഫ് ലൈഫോ അപ്പിയറൻസോ ഫ്ലേവറോ ടെക്സ്ചറോ എന്തെങ്കിലും ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്റൻഷൻ വഴി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. പ്രിസർവേറ്റീവ്സ് ഫുഡ് അഡിറ്റീവ്സ് ആണ്, കളറിംഗ് ഏജൻസ്, ഫ്ലേവറിംഗ് ഏജൻസ്, എംഎൽസിഫയേഴ്സ്, സ്റ്റെബിലൈസേഴ്സ്, ഇതെല്ലാം എന്താണ്, ഫുഡ് അഡിറ്റീവ്സ് ആണ്. അതിന് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതായത് സ്പോയിലേജ് പ്രിവെന്റ് ചെയ്യാൻ, സെൻസറി ക്വാളിറ്റി പ്രിവെന്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് സെൻസറി ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷൻസും വരുന്നുണ്ട്. നെക്സ്റ്റ്, ഡിഫറൻഷിയേറ്റ് ആൻഡ് ഡിസ്ക്രൈബ് ബ്ലാക്ക്, ഗ്രീൻ ആൻഡ് വൈറ്റ് ടീ, സ്റ്റെപ്പ് ഓഫ് ബ്ലാക്ക് ടീ പ്രോസസ്സിംഗ്. മൂന്ന് എന്ത് ചെയ്യാം, ഇത് എഴുതുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക്, ഗ്രീൻ, വൈറ്റ് ടീ എന്ന് 3 കോളം കൊടുത്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ട് എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ ടീ ടൈപ്പ്, പ്രോസസ്സിംഗ്, അതിന്റെ ഓക്സിഡേഷൻ, ഇങ്ങനെ 3 കോളംസ് കൊടുത്തിട്ടും അതിനെ എന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഗ്രീൻ ടീ ആണെങ്കിൽ അതിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണ്, സ്റ്റീമിംഗ്, ഡ്രൈയിങ്, അതാണ്, ഓക്സിഡേഷൻ നടക്കുന്നില്ല. ബ്ലാക്ക് ടീ ആകുമ്പോൾ ഫെർമെന്റേഷൻ ആണ്, ഓക്സിഡേഷൻ ഫുൾ ഓക്സിഡേഷൻ ആണ്. വൈറ്റ് ടീ ആകുമ്പോൾ മിനിമൽ പ്രോസസ്സിംഗ് ആണ്, വെരി ലോ ഓക്സിഡേഷൻ ആണ്. അങ്ങനെ എന്ത് ചെയ്യാം, അങ്ങനെ കൊടുക്കാം. അതുപോലെ ബ്ലാക്ക് ടീ പ്രോസസ്സിംഗിലെ സ്റ്റെപ്സ്, വിതറിങ്, റോളിങ്, ആ സ്റ്റെപ്സ് ഉണ്ടല്ലോ, ഫെർമെന്റേഷൻ, ഡ്രൈയിങ്, ആ സ്റ്റെപ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഡിഫൈൻ സെൻസറി ഇവാലുവേഷൻ, ഡിസ്ക്രൈബ് ടെസ്റ്റ്, ലബോറട്ടറി ലേഔട്ട്, പർപ്പസ്. സെൻസറി ഇവാലുവേഷൻ എന്താണ്? സയന്റിഫിക് മെത്തേഡ് ഓഫ് മെഷറിംഗ്, അനലൈസിംഗ്, ഇന്റർപ്രറ്റിംഗ് റെസ്പോൺസസ് ടു ഫുഡ് ആസ് പ്രിസർവ്ഡ് ബൈ സെൻസസ്. ഇതാണ് ബേസിക്കലി സെൻസറി ഇവാലുവേഷന്റെ ഡെഫിനീഷൻ വരുന്നത്. അതായത് സയന്റിഫിക്കലി ഒരു ഫുഡിനെ എന്ത് ചെയ്യാണ്, അതായത് ഇപ്പം ആ ഫുഡ് എന്ന് പറയുന്നത് പ്രിസർവ്ഡ് ബൈ സെൻസസ് ആയിരിക്കും. അതുപോലത്തെ ഒരു ഫുഡിന്റെ മെത്തേഡ് ഓഫ് മെഷറിങ്, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ, സയന്റിഫിക് മെത്തേഡ് ഓഫ്
മെഷറിങ്, സയന്റിഫിക് അനാലിസിസ്, സയന്റിഫിക് ഇന്റർപ്രിട്ടേഷൻ, റെസ്പോൺസസ്. ഇതാണ് ബേസിക്കലി എന്താന്ന് പറഞ്ഞാല് സെൻസറി ഇവാലുവേഷൻ എന്ന് വെച്ചാല്. ഓക്കെ, അതിന് ഡിഫറൻസ് ടെസ്റ്റ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, ഹെഡ്രോണിക് ടെസ്റ്റ് ഉണ്ട്, ലബോറട്ടറി ലേഔട്ട് ഉണ്ട്, അതായത് ഇൻഡിവിജ്വൽ ബൂത്ത്സ്, കൺട്രോൾഡ് ലൈറ്റിംഗ് ആൻഡ് ടെമ്പറേച്ചർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൂടെ എന്താണ് ലബോറട്ടറി ലേഔട്ട്സ് ആണ്. ഓക്കെ ഓക്കെ, റെക്കറിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. ഇനി ഓരോ ക്വസ്റ്റ്യൻസും ഏത് ബ്ലോക്കിൽ ഏത് യൂണിറ്റിലാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ആക്റ്റീവ് ആൻഡ് ഇന്റലിജന്റ് പാക്കേജിംഗ് ആൻഡ് ഗിവ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ബ്ലോക്ക് ഫോർ ഫുഡ് പ്രോസസിംഗ് ആൻഡ് പ്രിസർവേഷൻ എന്ന ബ്ലോക്കിൽ യൂണിറ്റ് 16 ഫുഡ് പാക്കേജിംഗ് എന്ന യൂണിറ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് ഒരു 9-10 മാർക്ക് നമുക്ക് അതിന് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ്, ഡിഫൈൻ വാട്ടർ ആക്ടിവിറ്റി, മെത്തേഡ്സ് ഓഫ് മെഷർമെന്റ് ആൻഡ് റോൾ ഇൻ സ്പോയിലേജ്, ബ്ലോക്ക് 2 ഫുഡ് കെമിസ്ട്രി എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 5 വാട്ടർ എന്ന യൂണിറ്റിനകത്ത് വരുന്ന ടോപ്പിക് ആണ്. 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 9 മാർക്ക് നമുക്ക് അതിന് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് റാൻസിഡിറ്റി, ഫാറ്റ് കോൺസ്റ്റൻസ്, RM, പെറോക്സൈഡ്, അയഡിൻ, പോൾസ്കി ആൻഡ് ദെയർ ഇമ്പോർട്ടൻസ്, ബ്ലോക്ക് 2 സെയിം ബ്ലോക്കിലെ ഫുഡ് കെമിസ്ട്രി എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 12 ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അനാലിസിസ് എന്ന യൂണിറ്റിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണത്. 5 തവണ ചോദിച്ചിട്ടുണ്ട്. 12 മാർക്കോളം നമുക്ക് ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ആവറേജ് 12 മാർക്ക്. Then explains option isotherm and its significance in food. ബ്ലോക്ക് 2 ഫുഡ് കെമിസ്ട്രി എന്ന ബ്ലോക്കിനകത്ത് തന്നെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 5 വാട്ടർ എന്ന യൂണിറ്റിൽ നിന്ന് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഒരു 10 മാർക്കോളം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. Then state parameters for egg quality and method of shell egg preservation. ഇത് ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സയൻസ് എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 3 ഫുഡ്സ് ഓഫ് ആനിമൽ ഒറിജിൻ, ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. 4 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. 9 മാർക്ക് നമുക്ക് ആവറേജ് ഒരു 9 മാർക്കിന് വെറുതെ ചോദിക്കാം. ഇനി എക്സ്പ്ലെയിൻ പ്രിൻസിപ്പിൾ കോമ്പോണൻസ് ആപ്ലിക്കേഷൻ ഓഫ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, ബ്ലോക്ക് 3 ഫുഡ് അനാലിസിസ് എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 13 ഇൻസ്ട്രുമെന്റേഷൻ ഇൻ ഫുഡ് അനാലിസിസ് എന്ന പെർട്ടിക്കുലർ യൂണിറ്റിലെ ടോപ്പിക് ആണ്. 4 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി എക്സ്പ്ലെയിൻ GM ഫുഡ്സ് ടെക്നോളജി ബെനിഫിറ്റ്സ് റിസ്ക് റെഗുലേഷൻ, ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സയൻസ് എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 4 അതർ ഫുഡ്സ് എന്ന യൂണിറ്റിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 തവണയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 10 മാർക്കിനുള്ള ആവറേജ് ഒരു 10 മാർക്ക് വരെ ആ ഒരു ക്വസ്റ്റ്യനകത്ത് ചോദിക്കാം. ഇനി വാട്ട് ആർ ഫുഡ് അഡിറ്റീവ്സ്, എക്സ്പ്ലെയിൻ ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ആൻഡ് ടൈപ്സ്, ബ്ലോക്ക് 2 വരുന്ന ഒരു ടോപ്പിക് ആണ്. ഫുഡ് കെമിസ്ട്രി എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 10 ഫുഡ് അഡിറ്റീവ്സ് എന്ന യൂണിറ്റിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. 3 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു 10 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. Then differentiate and describe black, green and white tea steps of black tea processing. ബ്ലോക്ക് 1 ടോപ്പിക് ആണ്. ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സയൻസ് എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 2 ഫുഡ് ഫ്രം പ്ലാന്റ് സോഴ്സസ് എന്ന യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ആണത്. 3 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഡിഫൈൻ സെൻസറി ഇവാലുവേഷൻ, ഡിസ്ക്രൈബ് ടെസ്റ്റ്, ലബോറട്ടറി ലേഔട്ട്, പർപ്പസ്, ബ്ലോക്ക് 3 ഫുഡ് അനാലിസിസ് എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 14 സെൻസറി ഇവാലുവേഷൻ ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന യൂണിറ്റിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യന് 3 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്തൊരു ഡിഗ്രിയോ PGയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഓവറോൾ നമ്മൾ ഇപ്പം പറഞ്ഞ ആ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പൈ ഡയഗ്രാം പോലുള്ള ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് 14.6% ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു, 17.3% വരെ ഏത് ക്വസ്റ്റ്യൻ വന്നു, അങ്ങനത്തെ ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിപ്പം ഒരു 10 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 7 അതായത് ഒരു 5 മിനിറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഓവറോൾ ആ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ കവർ ചെയ്യേണ്ട പോയിന്റ്സ് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക. ഒരു 10-12 മിനിറ്റ്, ഒരു 15-12 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യുക. ഇനി ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു 10 മിനിറ്റ് ഉണ്ട്, മാക്സിമം ഒരു 10 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനകത്ത് വളരെ എന്ത് ചെയ്യാം, പ്രിസൈസ് ആയിട്ടുള്ള കുറച്ച് ഡെഫിനേഷൻസും എക്സാമ്പിൾസും
അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഒന്ന് ഇലാബറേറ്റ് ചെയ്യുന്ന രീതിയിലാവണം 5 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി ഒരു ആൻസർ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു അനാലിസിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെഫിനീഷൻ വേണം, പ്രിൻസിപ്പിൾ വേണം, ഡയഗ്രാംസ് ഓഫ് ഫ്ലോ ചാർട്ടോ ഉണ്ടെങ്കിൽ അത് വേണം, പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം, ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം. ഇനിയിപ്പോ ഡിഫറൻസിയേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കമ്പാരിസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ടേബിൾ ആക്കിയിട്ട് തന്നെ മാക്സിമം എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു മിനിമം ഒരു 7 ക്രൈറ്റീരിയാസ് എങ്കിലും ഓരോ കോളത്തിലും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവണം. ഓക്കെ, അതുപോലെ നമ്മൾ ഈ ചെറിയ ചെറിയ അശ്രദ്ധ കൊണ്ടുള്ള മാർക്ക് കളയാതിരിക്കാൻ നോക്കുക. യൂണിറ്റ് എഴുതിയില്ല, റേഞ്ച് എഴുതിയില്ല, കീ ടേംസ് നമ്മൾ വിട്ടുപോയി, അതായത് എക്സാമ്പിൾസോ ആപ്ലിക്കേഷൻസോ ഒക്കെ മറന്നു പോകുക, വിട്ടുപോകുക. അതാകുമ്പോൾ വലിയ മാർക്ക് പോകൂലെങ്കിലും ചെറിയ മാർക്കേ പോകുള്ളൂ. പക്ഷെ അങ്ങനെ ചെറിയ ചെറിയ മാർക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മാർക്ക് കുറയും. അതുകൊണ്ട് അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. നമ്മൾ അപ്പം എഴുതുന്ന ആ ഒരു പെട്ടെന്ന് തിടുക്കത്തിൽ എഴുതുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളാണ് യൂണിറ്റ്, റേഞ്ച്, ആ കാര്യങ്ങളല്ല, ആപ്ലിക്കേഷൻസ്, എക്സാമ്പിൾസ് എല്ലാം. സോ അതൊക്കെ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടില്ല. ഓരോ ക്വസ്റ്റ്യനകത്ത് ഇപ്പൊ യൂണിറ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ യൂണിറ്റ് കവർ ചെയ്തിട്ടില്ലേ, എക്സാമ്പിൾസ്, ആപ്ലിക്കേഷൻസ് എല്ലാം കവർ ചെയ്യുന്നില്ല, ആ കാര്യം എന്ത് ചെയ്യാം, പ്രത്യേകം മേക്ക് ഷുവർ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാനുള്ളത് ഓരോ ബ്ലോക്കിലെയും ഏത് യൂണിറ്റിലെ ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഹൈ, ലോ, മീഡിയം എന്ന് പറഞ്ഞ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് ബ്ലോക്ക് 4 ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 16 ഫുഡ് പാക്കേജിംഗ് എന്ന യൂണിറ്റിനകത്ത് നിന്ന് ആക്റ്റീവ് ആൻഡ് ഇന്റലിജന്റ് പാക്കേജിംഗ് വിത്ത് എക്സാമ്പിൾസ് ആൻഡ് ഇൻഡിക്കേറ്റർ ആണ് ചോദിക്കുക. അതൊരു ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. എന്നാൽ ബ്ലോക്ക് 3 ഫുഡ് അനാലിസിസ് യൂണിറ്റ് 13 ഇൻസ്ട്രുമെന്റേഷൻ ഇൻ ഫുഡ് അനാലിസിസിലെ AAS അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾസും കോമ്പോണൻസും അതൊരു ലോ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക് ആണ്. അതുപോലെ ഗ്യാസ് ക്രോമറ്റോഗ്രഫി ബ്ലോക്ക് 3 യൂണിറ്റ് 13 വരുന്ന ഗ്യാസ് ക്രോമറ്റോഗ്രഫി, ബ്ലോക്ക് 2 യൂണിറ്റ് 5 വരുന്ന വാട്ടർ ആക്ടിവിറ്റി ഡെഫിനിഷൻ മെഷർമെന്റ് സ്പോയിലേജ് റോൾ, ബ്ലോക്ക് 3 ഫുഡ് അനാലിസിസ് എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 13 HPLC ലിക്വിഡ് ക്രോമറ്റോഗ്രഫി, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ്, കോമ്പോണൻസ്. ബ്ലോക്ക് 3 ഫുഡ് അനാലിസിസ് എന്ന ബ്ലോക്കില് യൂണിറ്റ് 12 ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അനാലിസിസ് ഓഫ് എന്ന ഫുഡിലെ ജൽദ പ്രോട്ടീൻ എസ്റ്റിമേഷൻ പ്രിൻസിപ്പിൾ, സ്റ്റെപ്സ്, റിയേജൻസ്. ഇതെല്ലാം ലോ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ഇതുകൂടാതെ ബ്ലോക്ക് 3 ഫുഡ് അനാലിസിസ് എന്ന ബ്ലോക്കിലെ ലൈൻ ഈനോൺ മെത്തേഡ് ഓഫ് റെഡ്യൂസിംഗ് ഷുഗർ പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ, ബ്ലോക്ക് 3 ഫുഡ് അനാലിസിസ് എന്ന ടോപ്പിക്കിലെ യൂണിറ്റ് 12 നിന്നുള്ള മോയ്സ്ചർ ഡിറ്റർമിനേഷൻ മെത്തേഡ്സ് ഇൻ ഫുഡ്, ബ്ലോക്ക് 2 യൂണിറ്റ് 10 ഫുഡ് അഡിറ്റീവ്സ് ടൈപ്സ് ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻസ്, ഈ മോയ്സ്ചർ ഡിറ്റർമിനേഷൻ മെത്തേഡ്സ് ഇൻ ഫുഡ്. ഇത്രയും ലോ കാറ്റഗറിയിൽ വരുന്നതാണ്. എന്നാൽ ബ്ലോക്ക് 2 യൂണിറ്റ് 10 ഫുഡ് അഡിറ്റീവ്സ് ടൈപ്സ് ആൻഡ് ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷനും, ബ്ലോക്ക് 1 യൂണിറ്റ് 4 GM ഫുഡ്സ് ടെക്നോളജി ബെനിഫിറ്റ്സ് റിസ്ക് ആൻഡ് റെഗുലേഷൻ എന്ന ടോപ്പിക് എല്ലാം മീഡിയം കാറ്റഗറിയിൽ വരുന്നത്. അതുകൂടാതെ ബ്ലോക്ക് 2 യൂണിറ്റ് 12 റാൻസിഡിറ്റി ആൻഡ് ഫാറ്റ് കോൺസ്റ്റൻസ് അനാലിസിസ് ഓഫ് ഫുഡ്, ബ്ലോക്ക് 2 ഫുഡ് കെമിസ്ട്രി എന്ന ബ്ലോക്കിലെ യൂണിറ്റ് 5 വാട്ടറിലെ സോർപ്ഷൻ ഐസോതെർംസ് കോൺസെപ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്, ബ്ലോക്ക് 1 യൂണിറ്റ് 3 എക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആൻഡ് പ്രിസർവേഷൻ മെത്തേഡ്സ്, ബ്ലോക്ക് 1 യൂണിറ്റ് 3 ലിക്വിഡ് മിൽക്ക് പ്രോസസ്സിംഗ് പാസ്ചറേഷൻ ഫ്ലോ ഡയഗ്രാം വിത്ത് പാരാമീറ്റേഴ്സ്. ഇതെല്ലാം മീഡിയം കാറ്റഗറി ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 14 സെൻസറി ഇവാലുവേഷൻ, ബ്ലോക്ക് 1 യൂണിറ്റ് 2 ടീ ഡിഫറൻസസ് എമംഗ് ബ്ലാക്ക്, ഗ്രീൻ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ടീ പ്രോസസ്സിംഗ്. ഇതെല്ലാം എന്താണ്, മീഡിയം കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. സോ ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് ആണ് ആക്റ്റീവ് ആൻഡ് ഇന്റലിജന്റ് പാക്കേജിംഗ് യൂണിറ്റ് 16. ഇതൊരു 10 to 12 മാർക്കിന് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. സോ അതിനകത്ത് അതിന്റെ ഡെഫിനീഷൻസ്, ടൈപ്സ്, ഇൻഡിക്കേറ്റേഴ്സ്, എക്സാമ്പിൾസ്, ആപ്ലിക്കേഷൻസ്, ലിമിറ്റേഷൻസ് എല്ലാം എന്ത് ചെയ്യണം, കവർ ചെയ്തിട്ടുണ്ടാവണം. ഇനി ഡയഗ്രാംസ് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ ഡയഗ്രാംസും കൂടെ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. മീഡിയം കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ് ഫുഡ് അഡിറ്റീവ്സ്, GM ഫുഡ്സ്, റാൻസിഡിറ്റി ആൻഡ് ഫാറ്റ് കോൺസ്റ്റൻസ്, സോർപ്ഷൻ അബ്സോർപ്ഷൻ,
sorption isotherms, egg quality and preservation, milk processing, sensory evaluation, tea processing, ഈ ടോപ്പിക്സ് എല്ലാം. സോ ഇതിന്റെയും ഡെഫിനീഷൻസ് കോൺസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ കാര്യങ്ങളെല്ലാം നമുക്കറിയണം. ഒരു 3 മിനിറ്റിലും കുറവെടുത്തിട്ട് ഓരോ ടോപ്പിക്കും എന്ത് ചെയ്യുക, എക്സാമിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഫ്ലോ ഡയഗ്രാംസോ അങ്ങനെ എന്തെങ്കിലും, അത് പാസ്ചറൈസേഷൻ, ബ്ലാക്ക് ടീ സ്റ്റെപ്സ്, ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഈ ഇത്രയും ടോപ്പിക്സിനകത്ത് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ലോ പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് ആണ് AS, GC, HPLC, ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്സ്, വാട്ടർ ആക്ടിവിറ്റി, ജൽദ ആൻഡ് ലെയ്നിനോൺ, മോയ്സ്ചർ മെത്തേഡ്സ്. ഇതെല്ലാം എന്താണ്, ലോ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. സോ ഒരൊറ്റ തവണ കവർ ചെയ്യുന്ന രീതിയിൽ, അതായത് അതിന്റെ ഇൻസ്ട്രുമെന്റ്, കോമ്പോണൻസ്, സ്റ്റെപ്സ്, ആപ്ലിക്കേഷൻസ്, ഈ കാര്യങ്ങളെല്ലാം കവർ ചെയ്യാം. പിന്നെ ഫാറ്റ്, ഷുഗർ, പ്രോട്ടീൻ, ഈ ഫാറ്റ്, ഷുഗർ, പ്രോട്ടീൻസ് ഇതെല്ലാം പഠിക്കുമ്പം അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും എന്താ പറയാ, ഇപ്പം ഓരോ ട്രിക്കി ഇതൊക്കെ ഇപ്പൊ നമ്മൾ പീരിയോഡിക് ടേബിൾ എല്ലാം പഠിക്കുമ്പം ഒരു കഥ പോലെ പഠിച്ചെടുക്കുന്നില്ലേ, അതുപോലെ എന്ത് ചെയ്യാ, അതുപോലെ എന്തെങ്കിലും കുറച്ച് വേർഡ്സ് എല്ലാം ഓർത്ത്, അല്ലെങ്കിൽ വല്ല കഥയൊക്കെ ഓർത്ത് വെച്ചിട്ട് ആ ഫാറ്റ്, ഷുഗർ, പ്രോട്ടീൻസ് ഒക്കെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് ട്രിക്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. MVP 001 ഫുഡ് ഫണ്ടമെന്റൽസ് ആൻഡ് കെമിസ്ട്രി. 3 hour ആണ് ടൈം ഡ്യൂറേഷൻ വരുന്നത്. 100 ലോട്ട് ആയിരിക്കും മാർക്ക്. അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യൻസും ഈക്വൽ മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് 10 into 1 is equal to 10 plus definitions 10 into 1 is equal to 10. അങ്ങനെ 20 മാർക്ക്. ഷോർട്ട് ആൻസറിൽ ഒരു 10 എണ്ണം, ഡെഫിനീഷൻസിൽ ഒരു 10 എണ്ണം വരുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ 1 word ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഇൻഡെക്സ് മൈക്രോ ഓർഗാനിസം യൂസ്ഡ് ടു വെരിഫൈ അഡീക്വസി ഓഫ് മിൽക്ക് പാസ്ചറേഷൻ. മിൽക്ക് പാസ്ചറൈസേഷന്റെ അഡീക്വസി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഡെക്സ് മൈക്രോ ഓർഗാനിസം ഏതാണ്? എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കോളിഫോംസ് ആണ്. കോളിഫോംസിന്റെ ആബ്സെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രോപ്പർ പാസ്ചറൈസേഷൻ ആയിരിക്കും. ദ പാരാമീറ്റർ ദാറ്റ് ഇൻഡിക്കേറ്റ് റെസിസ്റ്റൻസ് ഓഫ് ഫാറ്റ് ടു ഓക്സിഡേഷൻ. ഫാറ്റിന്റെ ഓക്സിഡേഷൻ ഉള്ള റെസിസ്റ്റൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പാരാമീറ്റർ ഇൻഡക്ഷൻ പീരിയഡ്. ദെൻ ദ ഗ്യാസ് മിക്സ്ചർ അഡ്ജസ്റ്റ്മെന്റ് ടെക്നിക് യൂസ്ഡ് ടു സ്ലോ പ്രൊഡ്യൂസ് റെസ്പിറേഷൻ ഇൻ പാക്സ്. അതേതാണ് ഗ്യാസ് മിക്സ്ചർ അഡ്ജസ്റ്റ്മെന്റ് ടെക്നിക്? മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ്, MAP പാക്കേജിംഗ്. Next question, the panel type in sensory evaluation that measures liking acceptance. പാനൽ ടൈപ്പ് വരുന്നത് ഹെഡ്രോണിക് പാനൽ ആണ്. ദ കാർബോഹൈഡ്രേറ്റ് റിയാക്ഷൻ റെസ്പോൺസിബിൾ ഫോർ ദി ഫ്ലേവർ ആൻഡ് കളർ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഹീറ്റിംഗ്. ഏതാണ്? മെയ്ലാർഡ് റിയാക്ഷൻ ആണത്. നെക്സ്റ്റ്, ദ ടേം ഓഫ് വാട്ടർ അവൈലബിൾ ഫോർ മൈക്രോബിയൽ ഗ്രോത്ത് ഇൻ ഫുഡ്. ഫുഡിലുള്ള മൈക്രോബിയൽ ഗ്രോത്തിന്റെ എമൗണ്ട്, അതായത് ഫുഡിലുള്ള അവൈലബിൾ ആയിട്ടുള്ള മൈക്രോബിയൽ ഗ്രോത്തിനെ എന്താ പറയാ, ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേം അതേതാണ്? വാട്ടർ ആക്ടിവിറ്റി. ദെൻ ദ ക്വാളിറ്റി ദ നോൺ ന്യൂട്രീറ്റീവ് സ്വീറ്റ്നർ യൂസ്ഡ് ഇൻ ഫുഡ്. അത് സക്കാരൻ ആയിരിക്കും. ആസ്പാർട്ടേമും അക്സെപ്റ്റബിൾ ആണ്. സക്കാരൻ ആണ് മോസ്റ്റ് എന്താ പറയാ റെക്കമെൻഡഡ് ആൻസർ. ദെൻ സക്കാരൻ ആണ് പൊതുവെ കാണാറുള്ളത്. ആസ്പാർട്ടൻ എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ദ ക്വാളിറ്റി ഗ്രേഡിംഗ് ടൂൾ ദാറ്റ് യൂസസ് ലൈറ്റ് ടു ആക്സസ് ദ ഇന്റീരിയർ ഓഫ് ഷെൽ എഗ്സ്. അതെന്താണ്? കാൻഡലിംഗ് ആണ് അല്ലെ. The chromatographic mode widely used for separating non-volatile food analytes. Non-volatile food analytes-നെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന chromatographic mode high performance liquid chromatography, HPLC. A bio-based packaging option intended to reduce plastic waste. Plastic waste reduce ചെയ്തിട്ടുള്ള ബയോ-ബേസ്ഡ് പാക്കേജിംഗ് ആണ്. ബയോഡിഗ്രേഡബിൾ പാക്കേജിംഗ്. അതിനിപ്പോ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ ഇത് പറ്റും, നമ്മുടെ PLA പോളിലാക്റ്റിക് ആസിഡ് വരുന്ന അത് പറ്റും. നെക്സ്റ്റ് ഡെഫിനീഷൻസ് ആണ്. ഡിഫൈൻ എൻറിച്ച്മെന്റ്. എൻറിച്ച്മെന്റ് എന്ന് വെച്ചാൽ അഡീഷൻ ഓഫ് ന്യൂട്രിയൻസ് ടു എ ഫുഡ് ടു റീസ്റ്റോർ ലൂസസ് ദ ഒക്കർ ഡ്യൂറിംഗ് പ്രോസസ്സിംഗ്. ടു റീസ്റ്റോർ ലൂസസ് ദാറ്റ് ഒക്കർ ഡ്യൂറിംഗ്
പ്രോസസ്സിംഗ്. നെക്സ്റ്റ് ഐസോതേം. ഐസോതേം ഫുഡിലുള്ള ഐസോതേം. സോർപ്ഷൻ ഐസോതേം എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാട്ടർ ആക്ടിവിറ്റി ആൻഡ് മോയ്സ്ചർ കണ്ടന്റ് ഓഫ് എ ഫുഡ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. നെക്സ്റ്റ് എഡിബിൾ കോട്ടിംഗ്, അതായത് തിൻ ലെയർ ഓഫ് എഡിബിൾ മെറ്റീരിയൽ അപ്ലൈഡ് ഓൺ എ ഫുഡ് സർഫസ് ടു എക്സ്റ്റെൻഡ് ഷെൽഫ് ലൈഫ് ആൻഡ് ഇംപ്രൂവ് ക്വാളിറ്റി. ഒരു ഫുഡിന്റെ ഷെൽഫ് ലൈഫും ക്വാളിറ്റിയും എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ തിന്നായിട്ടുള്ള ഒരു എഡിബിൾ മെറ്റീരിയലിന്റെ തിൻ കോട്ടിങ് നമ്മൾ എന്ത് ചെയ്യുക? ഫുഡിനകത്ത് അപ്ലൈ ചെയ്യുക. ദെൻ ഹെഡോണിക് ടെസ്റ്റ് ആണ്. അതായത് ഹെഡോണിക് ടെസ്റ്റ് ആക്ച്വലി ഒരു സെൻസറി ടെസ്റ്റ് ആണ്. അല്ലാതെ എന്താ മെഷർ ചെയ്യുന്നത്? ഡിഗ്രി ഓഫ് ലൈക്കിംഗ് ഓർ അക്സെപ്റ്റൻസ് ഓഫ് എ ഫുഡ് പ്രൊഡക്റ്റ്. ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ഹെഡോണിക് ടെസ്റ്റ്. ആസ്പെക്ടിക് പാക്കേജിങ് എന്താണ്? കൊമേഴ്ഷ്യലി സ്റ്റെറൈൽ ഫുഡ്സിനെ സ്റ്റെറൈൽ കണ്ടെയ്നേഴ്സിൽ ആസ്പെക്ടിക് കണ്ടീഷൻസിൽ പാക്ക് ചെയ്യുന്നതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? ആസ്പെക്ടിക് പാക്കേജിങ് എന്ന് പറയുന്നത്. എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, the amino acids that cannot be synthesized by the human body must be obtained from the diet. നമുക്ക് ഡയറ്റിലൂടെ മാത്രം ഒബ്റ്റെയിൻ ചെയ്യുന്ന അമിനോ ആസിഡ്സ് ആണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. ഇനി ഫാറ്റ് കോൺസ്റ്റന്റ് ആക്ച്വലി എന്താണ് ക്യാരക്ടറൈസ് ചെയ്യുന്നത്? പ്യൂരിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. അതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് ആക്ച്വലി എന്ത്? ഫാറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് കോമ്പോസിറ്റിംഗ് ആണ്. ഫുഡ് വേസ്റ്റ്, അതായത് ബയോളജിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് ഫുഡ് വേസ്റ്റ് ഇൻ ടു ന്യൂട്രിയന്റ് റിച്ച് കമ്പോസ്റ്റ് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ്. കൺട്രോൾഡ് കണ്ടീഷൻസിൽ നമ്മൾ ബയോളജിക്കലി ഡീഗ്രേഡ് ചെയ്ത് പോകുന്ന ഫുഡ് വേസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? പ്ലാന്റ്സിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പോസ്റ്റ് ആക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക. ന്യൂട്രിയൻ റിച്ച് കോമ്പോസ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ആക്ച്വലി കോമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ ന്യൂട്രിയൻസിന്റെ ഡെലിബറേറ്റ് അഡീഷൻ ആണ്. അതായത് ഒരു ഫുഡിന്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് എസെൻഷ്യൽ ന്യൂട്രിയൻസിനെ ഫുഡിലോട്ട് ആഡ് ചെയ്യുക. ഇനി എന്താണ് GM ഫുഡ്? GM food actually derived from organisms whose genetic material has been altered using genetic engineering techniques. നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഒരുപാട് ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സ് ഉണ്ട്. അതുപോലത്തെ ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സ് എല്ലാം വെച്ചിട്ട് ഒരു ഓർഗാനിസത്തിന്റെ ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ ആൾട്ടർ ചെയ്തിട്ടുണ്ടാകും. അതുപോലത്തെ ഒരു ഓർഗാനിസത്തിൽ നിന്നുള്ള ഫുഡിനെയാണ് നമ്മൾ GM ഫുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫോർട്ടിഫിക്കേഷൻ ആൻഡ് എൻറിച്ച്മെന്റ്. ഇതുപോലെ എന്ത് ചെയ്യാം? അതിന്റെ ബേസിസ് ഫോർട്ടിഫിക്കേഷൻ, എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞ് 3 കോളാക്കിയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഫോർട്ടിഫിക്കേഷൻ, എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞ് 2 കോളാക്കിയിട്ടും കൊടുക്കാം. ഇപ്പൊ മീനിങ് ആണെന്നുണ്ടെങ്കിൽ ഫോർട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ അഡീഷൻ ഓഫ് ന്യൂട്രിയൻസ് നോട്ട് ഒറിജിനലി പ്രസന്റ് ഓർ പ്രസന്റ് ഇൻ ലോ എമൗണ്ട്. ഒരു ഫുഡ് ഐറ്റത്തിൽ വളരെ കുറവ് ന്യൂട്രിയൻസ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ന്യൂട്രിയൻസ് ആഡ് ചെയ്യുക. അതാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം എൻറിച്ച്മെന്റ് ആണെങ്കിൽ ഒരു ഫുഡിന്റെ ന്യൂട്രിയൻസ് ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ന്യൂട്രിയൻസ് ആഡ് ചെയ്യുക. അതാണ് ഇപ്പൊ ഒരു ഫുഡിന്റെ പ്രോസസ്സിംഗ് ടൈമിൽ മേ ബി അതിന് ന്യൂട്രിയൻസ് ലോസ് ആയിട്ടുണ്ടാകും. സോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ കുറച്ച് ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നതാണ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഫോർട്ടിഫിക്കേഷന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഓവറോൾ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ എൻറിച്ച്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ആ ഒരു പർട്ടിക്കുലർ ഫുഡിന്റെ ഒറിജിനൽ ന്യൂട്രിയന്റ് ലെവൽ എന്താണോ അത് റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്താണ്? ഫോർട്ടിഫിക്കേഷനിൽ ന്യൂട്രിയന്റ് ലെവല് നാച്ചുറൽ കണ്ടന്റിനെക്കാട്ടിലും മേ ബി എക്സീഡ് ചെയ്യാം. എന്നാൽ എൻറിച്ച്മെന്റിൽ ലിമിറ്റഡ് ടു ഒറിജിനൽ, എത്രയാണോ ഒറിജിനലി ആ ഒരു ഫുഡിനകത്ത് ന്യൂട്രിയൻ ലെവൽ ഉള്ളത് അത് ലിമിറ്റ് ചെയ്യുക, അത്രത്തോളം എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം? അങ്ങനെ അതുപോലെ പിന്നെ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. സോ ഓവറോൾ ഇത്രയേ ഉള്ളൂ. ഫോർട്ടിഫിക്കേഷൻ ന്യൂട്രീഷണൽ എൻഹാൻസ്മെന്റ് ആണെങ്കിൽ എൻറിച്ച്മെന്റ് ന്യൂട്രീഷണൽ റീപ്ലേസ്മെന്റ് ആണ്. ഓവറോൾ അത്ര നമുക്ക് വളരെ ബേസിക് ആയിട്ട് കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നത്, വിത്ത് റെഫറൻസ് ടു ഗ്യാസ് ക്രോമറ്റോഗ്രഫി ബ്രീഫ്ലി ഔട്ട്ലൈൻ ഡിറ്റക്ടർ സെലക്ഷൻ ക്രൈറ്റീരിയ ഫോർ ഫുഡ് വോളറ്റൈൽസ്. ഗ്യാസ് ക്രോമറ്റോഗ്രഫിയുടെ റെഫറൻസിൽ എന്താണ് ഡിറ്റക്ടർ സെലക്ഷൻ ക്രൈറ്റീരിയ? ഫുഡ് വോളറ്റൈൽസിന്റെ ഡിറ്റക്ടർ സെലക്ഷൻ ക്രൈറ്റീരിയ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ആദ്യം ഗ്യാസ് ക്രോമറ്റോഗ്രഫി എന്ന് വെച്ചാൽ എന്താണ്? സെലക്ഷൻ ഓഫ് എ ഡിറ്റക്ടർ ഫോർ ഫുഡ് വോളറ്റൈൽസ് ഡിപ്പെൻഡിങ് ഓൺ ദി, അതായത് ഒരു ഫുഡിന്റെ സെൻസിറ്റിവിറ്റിയുടെ, സെലക്ടിവിറ്റിയുടെ, അങ്ങനത്തെ കുറച്ച് സ്റ്റെബിലിറ്റിയുടെ, റീപ്രൊഡ്യൂസിബിലിറ്റിയുടെ, ഇതിന്റെ എല്ലാം ബേസിസിൽ എന്താണ് ഒരു ഫുഡിന്റെ വോളറ്റൈൽ
കോമ്പോണൻസ് ഡിപ്പെൻഡ് ചെയ്യാണ്. ആ വോളറ്റൈൽ കോമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, ഗ്യാസ് ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇവിടെ ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ യൂസ് ചെയ്യാം, ECD, FBD, FPD, ആ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അങ്ങനെ ഓവറോൾ ആ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഒരു 5 മാർക്കിനുള്ള എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണത്. അതിനുള്ള ഒരു ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ലോജിക് ഓഫ് ഡിസൈനിങ് ആൻഡ് അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാൻ ഫോർ ദി പാക്കേജ്ഡ് സ്നാക്ക് ലോട്ട്. ഡിസ്കസ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് സാമ്പിൾ സൈസ്, AQL ആൻഡ് റിസ്ക്. അതായത് ഒരു ലോജിക് ഡിസൈനിങ്, ഒരു സാമ്പിളിങ്ങിന്റെ പാക്കേജിങ്ങിന്, അതായത് അക്സെപ്റ്റബിൾ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പാക്കേജിങ് സെറ്റ് ചെയ്യാൻ പറ്റുക. അതായത് ലോജിക് ഓഫ് ഡിസൈനിങ് ആൻഡ് അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പാക്കേജ് ഫോർ എ പാക്കേജ്ഡ് സ്നാക്ക് ലോട്ട്. അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാൻ എന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയർ ആണ്. അതായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് whether a lot should be accepted or rejected based on the inspection of a sample. ഒരു സാമ്പിളിനെ ഇൻസ്പെക്ഷൻ നടത്തുന്ന സമയത്ത് അതിനകത്തെ വലിയൊരു കണ്ടന്റ് ഓഫ് എമൗണ്ട് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന ആ ഒരു കാര്യം ഡിസൈഡ് ചെയ്യുന്നത് ഇതിന്റെ ബേസിസിലായിരിക്കും. എന്തിന്റെ ബേസിസിൽ? അതിന്റെ ക്വാളിറ്റി കൺട്രോൾ സ്റ്റാറ്റിസ്റ്റിക്കലി ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയറിന്റെ ബേസിലായിരിക്കും. സോ ലോജിക് ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത് അവിടെ കൺസ്യൂമർ സേഫ്റ്റി ആയിരിക്കണം, ഇൻസ്പെക്ഷൻ കോസ്റ്റ് മിനിമം ആയിരിക്കണം, അതുപോലെ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് റിസ്ക് ബാലൻസ് ചെയ്യണം. പ്രൊഡ്യൂസറിനും വലിയൊരു എമൗണ്ടിൽ റിസ്ക് ഉണ്ടാവാൻ പാടില്ല, കൺസ്യൂമറിനും റിസ്ക് ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ഇതിനകത്ത് ലോജിക് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം ലോജിക്കലി ഡിസൈൻ ചെയ്തിട്ട് എന്നാലേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റുക, സാമ്പിളിംഗ് പ്ലാനിൽ ഈ സാധനം അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതർവൈസ് അത് എന്ത് ചെയ്യും, ലോട്ട് ഓഫ് എമൗണ്ട് റിജക്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, ആ ഒരു പെർട്ടിക്കുലർ ആൻസറിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ്. വാട്ടർ ആക്ടിവിറ്റി ബാൻഡ് ആൻഡ് ഇംപ്ലിക്കേഷൻ ഫോർ ഷെൽഫ് ലൈഫ്. എന്താണ് വാട്ടർ ആക്ടിവിറ്റി? നമ്മൾ ഇപ്പം പറഞ്ഞ കാര്യം തന്നെ, ഫ്രീ വാട്ടർ അവൈലബിൾ ഫോർ എ മൈക്രോബിയൽ ഗ്രോത്ത് ആൻഡ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ എ ഫുഡ്. അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ വാട്ടറിന്റെ എമൗണ്ട് ആണ് ആക്ച്വലി വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ആ റേഞ്ച് ഉണ്ടല്ലോ, ലെസ് ദാൻ 9 ആവുമ്പം എന്താണ് പറയാ, ബാക്ടീരിയാസിന്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈസ്റ്റിന്റെയും മോൾഡിന്റെയും ഗ്രോത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചുകളും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ അതിന്റെ ഇംപ്ലിക്കേഷൻസ്, ഹയർ ആവുമ്പം ഷോർട്ട് ലൈഫ് ആണോ അല്ലെങ്കിൽ ലോവർ ആവുമ്പോൾ, അതായത് AW ഹയർ ആവുമ്പോൾ എങ്ങനെയാണ്, ലോവർ ആവുമ്പോൾ എങ്ങനെയാണ്, കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. നെക്സ്റ്റ് GM ഫുഡ്സിനെ കുറിച്ചാണ്. ടെക്നോളജി ഓവർവ്യൂ ആൻഡ് റെഗുലേറ്ററി കൺസിഡറേഷൻസ്. GM ഫുഡ്സിന്റെ ടെക്നോളജിയും അതിന്റെ റെഗുലേറ്ററി മെത്തേഡ്സും. ടെക്നോളജി എന്ന് വെച്ചാൽ എന്ത് ചെയ്യാണ്, നമ്മൾ വേറൊരു ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമ്മളൊരു ഓർഗാനിസത്തിന് അതിന്റെ ഒരു ജനറ്റിക്സ് ആൾട്ടർ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് കിട്ടുന്ന ഫുഡ്സിനെയാണ് നമ്മൾ GM ഫുഡ്സ് എന്ന് പറയുന്നത്, അല്ലെ? സോ അവിടുത്തെ അക്രോബാക്ടീരിയ മീഡിയേറ്റഡ് ട്രാൻസ്ഫർ ഉണ്ട്, ജീൻ ഗം മെത്തേഡ് ഉണ്ട്, അതിനെ കുറിച്ചെല്ലാം എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. പിന്നെ അവിടുത്തെ റെഗുലേറ്ററി കൺസിഡറേഷൻസും കൂടെ മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് ആക്റ്റീവ് വേഴ്സസ് ഇന്റലിജന്റ് പാക്കിംഗ് ആണ്. അതിന്റെ പർപ്പസ്, അതിന്റെ എക്സാമ്പിൾസ്. ആക്റ്റീവ് പാക്കേജിങ് എന്താണ്, ഇന്ററാക്ട് വിത്ത് ഫുഡ് ഓർ എൻവിറോൺമെന്റ്, അതിന്റെ പർപ്പസ് എന്താണ്, അതിനകത്ത് എക്സാമ്പിൾസ് ഓക്സിജൻ സ്കാവെഞ്ചേഴ്സ്, മോയ്സ്ചർ അബ്സോർബേഴ്സ്, അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ടല്ലോ, അത് ഇൻക്ലൂഡ് ചെയ്യുക. ഇന്റലിജന്റ് പാക്കേജും അതിന്റെ എക്സാമ്പിൾസ്, ടൈം ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനത്തെ ഗ്യാസ് ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനത്തെ എക്സാമ്പിൾസും കൂടെ കൊടുക്കുക. നെക്സ്റ്റ് ക്വാളിറ്റി ഇൻഡിസസ് ഫോർ ഗ്രേഡിംഗ് ഷെൽ എഗ്സ്. അതായത് എഗിന്റെ ക്വാളിറ്റി ഇൻഡിസസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്റ്റേണൽ ക്വാളിറ്റി ഇൻഡിസസ് ഉണ്ട്, ഇന്റേണൽ ക്വാളിറ്റി ഉണ്ട്. അതായത് എക്സ്റ്റേണൽ ക്വാളിറ്റി ആകുമ്പോൾ ഷെൽ കളറ്, ഷെൽ സ്ട്രെങ്ത്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഇന്റേണൽ ക്വാളിറ്റി ആകുമ്പോൾ യോഗ് ഇൻഡെക്സ്, ആൽബുമിൻ ഹൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ കാൻഡലിങ്ങിനെ കുറിച്ച് എഴുതാം. നെക്സ്റ്റ് വരുന്നത് ഫുഡ് അഡിറ്റീവ്സ് ഫങ്ഷണൽ ക്ലാസസ് യൂസ്ഡ് ഇൻ പ്രോസസ്സിംഗ്. ഫുഡ് അഡിറ്റീവ്സ് എന്താണെന്ന് കൊടുക്കുക, അതിന്റെ ഫങ്ഷണൽ ക്ലാസസ്, അതായത് പ്രിസർവേറ്റീവ്സ് എന്താണ്, ആന്റി ഓക്സിഡൻസ്, കളറിംഗ് ഏജൻസ്, ആ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൂത്ത് ഡിസൈൻ ആൻഡ് ടെസ്റ്റ് എൻവിറോൺമെന്റ് ഇൻ സെൻസറി ഇവാലുവേഷൻ.
എന്താണ് ബൂത്ത് ഡിസൈൻ? ഇൻഡിവിജ്വൽ ബൂത്ത് ടു അവോയ്ഡ് ബയാസ്, ന്യൂട്രൽ കളേഴ്സ്, പിന്നെ അതിന്റെ ടെസ്റ്റ് എൻവിറോൺമെന്റ് കൂടെ, അതായത് കൺട്രോൾഡ് ലൈറ്റിനിങ്, നോയ്സ് ഫ്രീ ഏരിയ, അങ്ങനത്തെ കാര്യങ്ങൾ. അതിന്റെ പർപ്പസും കൂടെ എന്താണ് എൻഷുർ ചെയ്യുന്നത്? ആക്യുറേറ്റ് ആൻഡ് അൺബയാസ്ഡ് സെൻസറി റെസ്പോൺസസ്, അതാണല്ലോ ഇവിടെ എൻഷുർ ചെയ്യുന്നത്. ആ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഡിസ്ക്രൈബ് ദ Okay. Next, describe water in foods. Describe methods to measure water activity in foods and outline instrument principles and precautions. വാട്ടർ ആക്ടിവിറ്റിയെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഫുഡ്സിലുള്ള വാട്ടർ ആക്ടിവിറ്റി എന്താണ്, അതിന്റെ ഒരു ഓവറോൾ ഔട്ട്ലൈൻ, അവിടുത്തെ ഇൻസ്ട്രുമെന്റ്സ്, അവിടുത്തെ പ്രിക്കോഷൻസ്, അവിടുത്തെ പ്രിൻസിപ്പിൾസ്, ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് explains option isotherm for foods, sketch a typical curve and interpret how it guides packaging choice and storage for a crispy product. നമ്മളിപ്പം ഡിഫൈൻ ചെയ്തു എന്താണ് ഓപ്ഷൻ ഐസോതേംസ്. അവിടുത്തെ പാക്കേജിങ്ങിന്റെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, ഒരു ക്രിസ്പി പ്രൊഡക്റ്റിനെ സ്റ്റോർ ചെയ്യുമ്പോഴുള്ള ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്തും കവർ ചെയ്യേണ്ടത്. Then discuss active and intelligent packaging systems for a ready-to-eat food. Explain working principles with two appropriate examples. Active packaging എന്താണ്, ഇന്റലിജന്റ് പാക്കേജിംഗ് എന്താണ്, അപ്പോഴുള്ള ഷെൽഫ് ലൈഫിന്റെ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് റെഡി ടു ഈറ്റ് അത് യൂസ് ചെയ്യുന്നത്, ആ കാര്യങ്ങളെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സ്റ്റേറ്റ് മാൻഡേറ്ററി ലാബലിംഗ് എലമെന്റ്സ് ഫോർ പ്രീപാക്ഡ് ഫുഡ് ആൻഡ് ഹൗ ട്രേസബിലിറ്റി ഈസ് സപ്പോർട്ടഡ് ത്രൂ പാക്ക് ഇൻഫർമേഷൻ. മാൻഡേറ്ററി ലാബലിംഗ് എലമെന്റ്സ്, അതായത് പ്രീലി പാക്ക് ചെയ്ത് വരുന്ന ഫുഡ്സിനകത്ത് മാൻഡേറ്ററി ലാബലിംഗ് എലമെന്റ്സ് ഉണ്ടാകും. അതിനെ കുറിച്ച് മെൻഷൻ ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് പ്രോട്ടീൻസ് ആൻഡ് അഡിറ്റീവ്സ്. ഇലാബറേറ്റ് ഫിസിയോകെമിക്കൽ ആൻഡ് ഫങ്ഷണൽ പ്രോപ്പർട്ടീസ് ഓഫ് എ ഫുഡ് പ്രോട്ടീൻ ആൻഡ് റിലേറ്റ് ദം ടു പ്രോഡക്റ്റ് പെർഫോമൻസ്. അതായത് ഫോമിംഗ്, ജലേഷൻ, എമൽസിഫിക്കേഷൻ, ഇതിനെ കുറിച്ച് എന്താണ് ഫിസിയോകെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് എന്താണ് ഈ കാര്യം പറയാ, അതായത് എന്താ ഫുഡ് പ്രോട്ടീൻസ് എക്സിബിറ്റ് ചെയ്യുന്ന ഫിസിയോകെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അതായത് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് സിസ്റ്റത്തിന്റെ ഫങ്ഷണൽ ബിഹേവിയർ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്, ആ കാര്യം പറയാ. ദെൻ ഫിസിയോകെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫുഡ് പ്രോട്ടീൻസ് പറയാം. സോലിബിലിറ്റി, ഹൈഡ്രേഷൻ ആൻഡ് വാട്ടർ ബൈൻഡിങ് കപ്പാസിറ്റി, ഡീനാച്ചുറേഷൻ, സർഫസ് ആക്ടിവിറ്റി, ഇതെല്ലാം ജസ്റ്റ് ഒന്നോ രണ്ടോ പോയിന്റ്സിലൊന്ന് ഇലാബറേറ്റ് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് വരുന്നത് classify food additives and justify two applications, each for preservatives, antioxidants, colorants and sweeteners. എന്താണ് ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറയണം, അതിന്റെ ക്ലാസിഫിക്കേഷൻസ്. പ്രിസർവേറ്റീവ്സ് എന്താണ്, അതിന്റെ ഫംഗ്ഷന്, ആപ്ലിക്കേഷന്. കളറൻസ് എന്താണ്, അതിന്റെ ഫംഗ്ഷന്, ആപ്ലിക്കേഷന്. ആന്റി ഓക്സിഡൻസ് എന്താണ്, അതായത് ഇപ്പൊ ആന്റി ഓക്സിഡന്റ് ആണെങ്കിൽ ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യുന്നുണ്ട് ഫാറ്റ്സിലും ഓയിൽസിലും, അതിന്റെ അപ്ലിക്കേഷൻ. BHA, BHT ഇൻ എഡിബിൾ ഓയിൽസ്, ascorbic ആസിഡ് ഇൻ ഫ്രൂട്ട് ജ്യൂസസ്, ആ കാര്യങ്ങളെല്ലാം പറയാം. അതുപോലെ തന്നെ കളറൻസിന്റെയും സ്വീറ്റ്നേഴ്സിന്റെയും കൂടെ പറയാ. ഓവറോൾ ഒരു കൺക്ലൂഷനും കൊടുക്കുക. ദെൻ ഫുഡ് ഫ്രം പ്ലാന്റ്സ്, ആനിമൽ സോഴ്സസ്. കമ്പയർ ബ്ലാക്ക്, ഗ്രീൻ ആൻഡ് വൈറ്റ് ടീ വിത്ത് എംഫസൈസ് ഓൺ പ്രോസസിംഗ് സ്റ്റെപ്സ് ദാറ്റ് ക്രിയേറ്റ് ദെയർ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതുപോലെ 3 കോളാക്കിയിട്ട് ബ്ലാക്ക് ടീ, വൈറ്റ് ടീ, ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, വൈറ്റ് ടീ എന്ന് 3 കോളാക്കിയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു കോളം ഫീച്ചർ കൊടുക്കുക, എന്നിട്ട് അതിന്റെ വിതറിങ് എങ്ങനെ, റോളിങ് എങ്ങനെ, ഓക്സിഡേഷൻ എങ്ങനെ, ഡ്രൈയിങ് എങ്ങനെ, കളർ എങ്ങനെ, അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഔട്ട്ലൈൻ ദ ക്രൈറ്റീരിയ യൂസ്ഡ് ടു ഗ്രേഡ് എ ക്വാളിറ്റി ആൻഡ് സമ്മറൈസ് ടു പ്രിസർവേഷൻ മെത്തേഡ് സ്യൂട്ടബിൾ ഫോർ ഷെൽ എഗ്സ്. എഗ് ക്വാളിറ്റിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്ത് ചെയ്യാം, എങ്ങനെയാണ് എഗ് ക്വാളിറ്റിയുടെ ഗ്രേഡ് ക്രൈറ്റീരിയ വരുന്നത്, അതായത് ഏത് ക്രൈറ്റീരിയയുടെ ബേസിലാണ് എഗിന്റെ ക്വാളിറ്റി നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത്, അതിന്റെ 2 പ്രിസർവേഷൻ മെത്തേഡ്സും കൂടെ മെൻഷൻ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് സ്കീമാറ്റിക് ഓഫ് എ ബേസിക് GC സിസ്റ്റം. ഗ്യാസ് ക്രോമറ്റോഗ്രഫി ആണ്. ലിസ്റ്റ് ഓപ്പറേറ്റിംഗ് പാരാമീറ്റേഴ്സ് സെറ്റ് ബിഫോർ എ റൺ.
അതായത് എന്താണ് അതായത് അതിന്റെ ആ സ്കീം ഉണ്ടല്ലോ, ക്യാൻസർ ഗ്യാസ് സിലിണ്ടർ, പ്രഷർ റെഗുലേറ്റർ, ഫ്ലോ കൺട്രോളർ, ഇൻജെക്ടർ, ആ ഒരു സ്കീം കംപ്ലീറ്റ്, കോളം ഡിറ്റക്ടർ, അങ്ങനത്തെ ആ സ്കീം കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. അതിന്റെ ഓപ്പറേറ്റിംഗ് പാരാമീറ്റേഴ്സ്, സെറ്റ് ചെയ്യേണ്ട ഓപ്പറേറ്റിംഗ് പാരാമീറ്റേഴ്സ്, കരിയർ ഗ്രാസ് ഏതാണ്, ഫ്ലോ റേറ്റ് എങ്ങനെയാവണം, ആ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. പർപ്പസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ആസ്പെക്ടിക് പാക്കേജിംഗ്, പ്രൊഡക്റ്റ് പാക്ക് സ്റ്റെറിലൈസേഷൻ സീക്വൻസ് ഫോർ ലോ ആസിഡ് ലിക്വിഡ്സ്. ആസ്പെക്ടിക് പാക്കേജിങ്ങിനെ കുറിച്ചാണ്. ലോ ആസിഡ് ലിക്വിഡ്സിന്റെ ആസ്പെക്ടിക് പാക്കേജ് അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. സ്റ്റെറിലൈസേഷൻ ഓഫ് പ്രൊഡക്റ്റ് എങ്ങനെയാണ്, സ്റ്റെറിലൈസേഷൻ ഓഫ് പാക്കേജിംഗ് മെറ്റീരിയൽ, സ്റ്റെറൈൽ ഫില്ലിംഗ്, ഇതിനെ കുറിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ എക്സാമ്പിൾസും അഡ്വാൻറ്റേജസും കൂടെ കവർ ചെയ്യണം. നെക്സ്റ്റ് റാൻസിഡിറ്റി ടെസ്റ്റ് ആൻഡ് ഫാറ്റ് കോൺസ്റ്റൻസ്, പർപ്പസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഇൻ ക്വാളിറ്റി കൺട്രോൾ. റാൻസിഡിറ്റി ടെസ്റ്റ് എന്താണ്, അവിടുത്തെ പെറോക്സൈഡ് വാല്യൂ, TBA ടെസ്റ്റ്, ആസിഡ് വാല്യൂ, ഫാറ്റ് കോൺസ്റ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ അയോഡിൻ വാല്യൂ, സപ്പോണിഫിക്കേഷൻ വാല്യൂ, അങ്ങനത്തെ പിന്നെ ഫൈനലി ഒരു ഇന്റർപ്രിട്ടേഷനും കൂടെ കൊടുത്തിട്ട് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് ലിക്വിഡ് മിൽക്ക് പ്രോസസ്സിംഗ്, ഔട്ട്ലൈന്, ലാബിൾഡ് ഫ്ലോ ഫ്രം റിസപ്ഷൻ ടു പാക്കേജിങ്. എങ്ങനെയാണ് മിൽക്ക് റിസപ്ഷനിൽ വരുമ്പോൾ വെയിങ് ആൻഡ് സാമ്പിളിംഗ്, ഫിൽട്രേഷൻ, ക്ലാരിഫിക്കേഷൻ, ചില്ലിംഗ്, സ്റ്റാൻഡർഡൈസേഷൻ, ഹോമോജനൈസേഷൻ, ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫൈനലി ഒരു പർപ്പസും കൂടെ കൊടുത്തിട്ട് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് കോമ്പോസിറ്റിംഗ് ഓഫ് ഫുഡ് വേസ്റ്റ്, കീ സ്റ്റെപ്സ് ആൻഡ് ബെനഫിറ്റ് ഫോർ പ്രോസസ്സേഴ്സ്. അതായത് ഒരു ഫുഡ് വേസ്റ്റിനെ കമ്പോസ്റ്റ് ആക്കി മാറ്റുമ്പോഴുള്ള കീ സ്റ്റെപ്സ്, കളക്ഷൻ ഉണ്ട്, ഷ്രെഡിങ് ഉണ്ട്, ബൾക്കിംഗ് ഏജന്റ് ആയിട്ടുള്ള മിക്സിംഗ്, അങ്ങനത്തെ കുറച്ച് കീ സ്റ്റെപ്സ് ഉണ്ടല്ലോ, അതും കാണിക്കണം. ബെനഫിറ്റ്സും കൂടെ, അതായത് വേസ്റ്റ് ഡിസ്പോസൽ പ്രോബ്ലം റെഡ്യൂസ് ചെയ്യും, ഓർഗാനിക് മാനറിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും, അതുപോലത്തെ കുറച്ച് ബെനഫിറ്റ്സും കൂടെ മെൻഷൻ ചെയ്യാൻ നോക്കുക. ജൽദ പ്രോട്ടീൻ എസ്റ്റിമേഷൻ പ്രിൻസിപ്പിൾ ആൻഡ് മേജർ സ്റ്റെപ്സ്. അതിന്റെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു, നൈട്രജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു അമോണിയം സൾഫർ which is later measured and converted into protein content. Major steps, digestion, neutralization, distillation, ആ മേജർ സ്റ്റെപ്സ് മെൻഷൻ ചെയ്യുക. ദെൻ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, മിൽക്ക്, സെറിയൽസ്, പൾസസിലൊക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യന് ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ നോക്കാം. ഓവറോൾ ഇത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻസ്. നമ്മൾ ഇത്രയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പാറ്റേൺസും നിങ്ങളുടെ സിലബസും ആ മാർച്ച് ക്വസ്റ്റ്യനിൽ വരുന്ന ചേഞ്ചസും എല്ലാം അനലൈസ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണത്. സോ നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം, ഫൈനൽ മിനിറ്റിൽ നമ്മൾ ഉറപ്പായിട്ട് നോക്കി പോകേണ്ട കുറച്ച് ടോപ്പിക്സ് ഏതൊക്കെയാണ്, കുറച്ച് യൂണിറ്റ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ ബ്ലോക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഓവറോൾ എന്താ പറയുക, എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റപ്പ് ആയിട്ടുണ്ടാവും ഇപ്പം, അല്ലെ? ഓക്കെ, സോ വളരെ കോൺഫിഡൻറ്റോട് കൂടി തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം നമ്മൾ വൃത്തിക്ക് ചെയ്യുക. നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ നമ്മുടെ എക്സാംസിനെ എല്ലാവരും ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് സ്ട്രാറ്റജിക്കലി പഠിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ഓരോ ക്വസ്റ്റ്യനും വളരെ നീറ്റ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്താണെങ്കിലും എല്ലാ ലേണേഴ്സിനും ഈ വരുന്ന ഡിസംബറിൽ എക്സാം എഴുതുന്ന ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടേമേൽ ആൻഡ് എക്സാമിനേഷൻസിന്റെ എക്സാമിനേഷൻ എഴുതുന്ന എന്റെ എല്ലാ ലേണേഴ്സിനും ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നും എന്റെ ഭാഗത്തു നിന്നും ഒരു ഓൾ ദ ബെസ്റ്റ്, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എവ്രിവൺ. ഓക്കെ, ഫൈൻ, താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.